പിന്നെ രണ്ട് നമ്മള് ഏലിയൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ്. ഉം, കാരണം കുമാരകാലത്തിന് ജനങ്ങൾ തിരിച്ചു വരണ ഒരു ടൈമായി. ഉം, അവരാ തിരിച്ചു വരുന്ന ടൈം ആയി തുടങ്ങുമ്പോൾ നമുക്ക് എങ്ങനെ വെച്ചാൽ ഒരുപാട് നമ്മൾ ഏലിയൻസിനെ കുറിച്ച് വാർത്തകൾ കേൾക്കും. കേട്ട് കേട്ട് അതൊരു മനസ്സിന് സ്വീകരിക്കുന്ന ടൈമിൽ അവർ എത്തിച്ചേരും. കുമാരകാല സമയത്ത് ആറുപട വീട് ലോകം മുഴുവൻ ഉണ്ടായിരുന്നു. ഒന്ന് ആസ്ട്രേലിയ ബ്ലൂ മൗണ്ടൻ ഉം, ആണ്, ഉം, ഒന്ന് ഉജ്ജയിനാണ്, ഒന്ന് റീയൂണിയൻ ആഫ്രിക്കൻ സൈഡാണ്. ഉം, ഇനി മൂന്നെണ്ണം കൂടെ എനിക്ക് അന്ന് 2019 ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉം. പിന്നെ കുറെ കാലം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോഴാണ് അറിഞ്ഞത്. ഒന്ന് തായ്വാൻ കടലെടുക്കാണ്. ഈ അടുത്ത ഒരു പ്രസ്താവന ഇറക്കി അവരുടെ സ്വപ്നം കാർത്തിക് സ്ഥാനാണെന്ന്. ആ സൈഡിൽ ആ രാജ്യം സ്ഥാപിക്കണമെന്ന്. ആ ഒരു വാക്ക് അവർ ഉപയോഗിച്ചത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം അവരറിഞ്ഞു എനർജി അവർക്ക് കിട്ടിയിട്ടുണ്ട് ഭാരതമായിട്ടുള്ളത്. പുലിപ്പാണിസത്തിൽ ചൈനയിൽ നിന്ന് വന്ന ആളാന്നുള്ള ഒരു ഇതുണ്ട്. അപ്പോ അത്രയും അവിടുന്ന് ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മുരുകന്റെ വിഗ്രഹം പോലും ചൈനീസ് കെമിക്കൽ ഉണ്ട് എന്നല്ല പറയണം. അപ്പോ അത്രയും കണക്ഷൻ ഉണ്ടായിരുന്നു. അത് കട്ടായി പോയി. വീണ്ടും ആ സ്പിരിച്വൽ പത്ത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇന്ത്യ ചൈന ബന്ധം സ്ട്രോങ് ആവും. അത് ഇന്ത്യനെ ലോകഗുരു പവർഫുൾ പൊസിഷനിലേക്ക് കൊണ്ടുവരും. എന്താ പറയാ, ആ ഒരു ലോകക്രമം, പുതിയൊരു ലോകക്രമം പടിഞ്ഞാറിനെ തള്ളി. ഞാൻ കഴിഞ്ഞ കൊല്ലം ഗുരുവായൂർ നടന്ന പരിപാടിയിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, പടിഞ്ഞാറെ തള്ളി ഒരു പുതിയ ലോകക്രമം ഉയർന്നു വരും. ഇന്ത്യ ചൈന റഷ്യ പഴനിയാണ്ട് അത് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇന്ന് ലോകം സംസാരിക്കുകയാണ്. നമസ്കാരം രജിത് സാർ. സത്യം ചെയ്തതിലേക്ക് നമസ്കാരം നമസ്കാരം സ്വാഗതം. രജിത് നമസ്കാരം സാർ നമസ്കാരം. എൽ എം മാർക്കയുടെ സാരഥിയും ജീവാത്മാവും പരമാത്മാവും എല്ലാമാണ്. മുരുകഭഗവാന്റെ സ്വന്തം എന്ന പോലെ, അതേപോലെ അത്രയും അടുത്തൊരു ഭക്തനാണ്. ഈ എൻ്റെ ചാനലിൽ സാറിനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ടും ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട്. അത് വളരെ നാൾ സംസാരിച്ചിട്ടാണ് നമുക്കിപ്പോൾ ഈ ഒരു അവസരം കൈവന്നിരിക്കുന്നത്. സാറ് മുമ്പ് നോർത്ത് ഇന്ത്യയിലൊരു യാഗം ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കുന്നത്. അന്ന് പിന്നെ സമയത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് അത് സാധിച്ചില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് ആ ഒരു ആഗ്രഹം ഇപ്പൊ സഫലമായിരിക്കുകയാണ്. വളരെ സന്തോഷം സാർ. സന്തോഷം. താങ്ക് യു. ഞാൻ സാറിനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദ്യങ്ങളായിട്ട് തന്നെ ചോദിക്കാം. നമുക്ക് ഒരു ബേസിക് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം ചോദിക്കുകയാണ്. സാർ എപ്പോഴും പറയാറുണ്ട് ഇപ്പോഴത് മുരുക യുഗമാണെന്ന് പറയാറുണ്ട്. 2013 മുതൽ തുടങ്ങിയതാണ് എന്ന് പറയാറുണ്ട്. എന്താണ് സാർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 2013 എന്താണ് ഒരു മാറ്റം വന്നത്? ശരിക്ക് 2013 തൊട്ടാണ് മുരുകയുഗം. അന്ന് ഭഗവാന്റെ അനുഗ്രഹത്തില് ഞാനാണ് ആദ്യം അത് പറയണം, മുരുകയുഗം. ഉം, ഇന്ന് പക്ഷെ ഒരുപാട് പേര് അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. മുരുകയുഗത്തിനെ കുറിച്ചിട്ട് ഒരുപാട് ചാനലുകൾ സംസാരിക്കുന്നുണ്ട്, ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. അതെന്താ വെച്ചാൽ 2013 ഭൂമിയുടെ ആസ്ട്രൽ എർത്തില് അതിന്റെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് അറിയാം, നമ്മുടെ ബോഡിക്ക് ഫിസിക്കൽ ബോഡി ഉണ്ട്, ആസ്ട്രൽ ബോഡി ഉണ്ട്. അപ്പോ എല്ലാ ശരീരത്തിലും ഉണ്ട് അത്. അപ്പോ നമ്മൾ എന്തെങ്കിലും എഫക്ട് ചെയ്യണമെങ്കിൽ ആദ്യം ആസ്ട്രൽ ബോഡിയിൽ എഫക്ട് ചെയ്തിട്ടാണ് ഫിസിക്കൽ ബോഡിയിൽ എഫക്ട് ചെയ്യുള്ളൂ. അപ്പോ നല്ലൊരു ഹീലർക്ക് അത് വ്യക്തമായി അറിയാൻ പറ്റും. അത് നമ്മൾ സിദ്ധന്മാരുടെ സമാധികളെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടാവും. പ്രധാനപ്പെട്ട അമ്പലങ്ങളൊക്കെ സിദ്ധന്മാരുടെ സമാധിയാണ്. പഴനി ബോഗർ സമാധിയാണ്. തിരുവനന്തപുരം അഗസ്ത്യ സിദ്ധരുടെ സമാധിയാണ്. പിന്നെ കൊങ്കണവരുടെ സമാധിയാണ് തിരുപ്പതി. തിരുമൂലരുടെ സമാധിയാണ് ചിദംബരം. അപ്പൊ അങ്ങനെ എന്താണ് ഈ സമാധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിദ്ധന്മാര് അവരുടെ ഫിസിക്കൽ ബോഡി വേണ്ടാന്ന് വെച്ചിട്ട് ആസ്ട്രൽ ബോഡിയിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ അവർ അത്രയും പവർഫുൾ ആയ ആൾക്കാരായാലും അവർക്ക് അത് ചെയ്യാൻ പറ്റും. എത്ര കാലം കഴിഞ്ഞാലും എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ ആസ്റ്റർ എന്നുള്ള ഒരു ഇത്. അപ്പൊ ഭൂമിക്കും ഉണ്ട് ഒരു ആസ്റ്റർ എർത്ത് ഉണ്ട്. ആദ്യം ഭൂമിയിൽ വലിയൊരു ചേഞ്ച് നടക്കുമ്പോൾ അത് ആസ്ട്രൽ എർത്തിൽ എഫക്ട് ചെയ്തിട്ട് നല്ല ഫിസിക്കൽ എർത്തിൽ വരും. അപ്പൊ 2013 ഭൂമിയുടെ ആസ്ട്രൽ എർത്തില് കാർത്തിക നക്ഷത്രക്കൂട്ടങ്ങളിൽ പ്ലീരിയസ് സ്റ്റാർ ക്ലസ്റ്റർ അവിടുന്ന് എനർജി ധാരാളം വന്നു തുടങ്ങി. അത് ഭൂമിയുടെ ആസ്ട്രൽ എർത്തിൽ എഫക്ട് ചെയ്ത് അങ്ങനെ മുരുകയുഗം, അത് മുരുകനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ കാർത്തിക നക്ഷത്രക്കൂട്ടം. അങ്ങനെ ഫിസിക്കൽ ആസ്ട്രൽ എർത്തില് മുരുകയുഗം സ്റ്റാർട്ടായി. അതിനുശേഷം 2020 ഫിസിക്കൽ എർത്തിലും മുരുകയുഗം സ്റ്റാർട്ടായി. ഒരു യുഗം നമുക്കറിയാം, നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയും, ഒരു യുഗം കഴിഞ്ഞ് വേറെ യുഗം ആകുമ്പോൾ ഒരു പ്രളയം വരും, എല്ലാം ഇല്ലാണ്ടാവും. അതിനുശേഷമാണ് പുതിയ യുഗം ആരംഭിക്കുന്നത്. ഇവിടെ ഒരു യുഗത്തിന്റെ ഉള്ളിലുള്ള ഒരു സബ് ഷിഫ്റ്റിംഗ് ആണ്. അപ്പൊ ഏറ്റവും മിനിമം രീതിയിൽ ഒരു നിശ്ചലാവസ്ഥ ഉണ്ടായി. കൊറോണ ടൈമിൽ ലോകം മുഴുവൻ നിശ്ചലമായി, സീറോ ആയി. അവിടെ ആ സമയത്താണ് മുരുകയുഗം ആരംഭിക്കുന്നത്. അപ്പൊ ആ ആരംഭിക്കുന്ന സമയത്ത് മുരുകന്റെ എനർജിയിലാണ് പിന്നത്തെ യുഗം വരുന്നത്. അതിനാണ് നമ്മൾ മുരുകയുഗം എന്ന് പറയുന്നത്. ഈ അടുത്ത് രസകരമായ ഒരു കണ്ടുപിടുത്തം ഒരു മാസം മുമ്പ് നടന്നു. ഒരു മാസം 2 മാസം മുമ്പ് ഒരു ഗവേഷകര് ഭൂമിയുടെ വേഗത 2020 മുട്ട് മില്ലി സെക്കൻഡ് എത്ര കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് കാരണം അറിയില്ല എന്ന് പറഞ്ഞു വന്നിരുന്നു. അത് ഇതിനോടനുബന്ധിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. ഇതാണ് മുരുകയുഗം എന്ന് നമ്മൾ പറയുന്നത്.
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാർ ഇപ്പൊ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അങ്ങനെ വേഗത കൂടിയതായിട്ട് കണ്ടതിനെ പറ്റിയിട്ടുള്ള റിപ്പോർട്ട് ഞാനും കണ്ടിരുന്നു. വളരെ ശരിയാണത്. ആ, നമ്മള് ഈ ഇപ്പൊ മറ്റേ ഭോഗരുടെ സമാധി നമ്മൾ പറഞ്ഞു, പഴനി പറഞ്ഞു. സാറിന്റെ ബുക്കിലും എഴുതിയിട്ടുണ്ട്. അതില് ഭോഗർ ഒരു വിഗ്രഹമല്ല, അതിലും കൂടുതൽ വിഗ്രഹങ്ങൾ ചെയ്തിരുന്നു. അതിനെ പറ്റിയിട്ട് സാറിന് ഒരു പേഴ്സണൽ ആയിട്ട് ഉണ്ടായ ഒരു അനുഭവം, അത് കണ്ടതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിരുന്നു. അതൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ചുരുക്കി ഒന്ന് പറയാമോ? ബോഗർ മഹർഷി എന്റെ പുസ്തകം യുഗപ്പിറവിക്ക് മുമ്പിൽ, ആ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് മൈ മാസ്റ്റേഴ്സ് ഫ്രം ദ ഫോർത്ത് ഡയമെൻഷൻ. ആ ബുക്കിൽ അത് വിസ്തീർത്തി എഴുതിയിട്ടുണ്ട്. അത് എഴുതുമ്പോൾ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോഗർനാഥർ സിദ്ധർ, അദ്ദേഹം 18 സിദ്ധന്മാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സിദ്ധനാണ്. അദ്ദേഹം എന്താ പറയാ, മഹർഷിമാരും സിദ്ധന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മഹർഷിമാര് കൂടുതൽ ഗുരുകുലം മെഡിറ്റേഷൻ ആവുമ്പോൾ സിദ്ധന്മാര് സയൻസും കൂടി അല്ലെ ശാസ്ത്രം കൂടി കണക്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന് സമൂഹത്തിൽ ഇറങ്ങി വർക്ക് ചെയ്യുക. അതുകൊണ്ടാണ് സിദ്ധന്മാരിന് ആ വ്യത്യാസം മഹർഷിമാരിലും കാട്ടും. അപ്പൊ ഇദ്ദേഹം ഒരുപാട് വട്ടം ചൈനയിലേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ചൈനയിൽ പോയിട്ട് ആ ശരീരം എടുത്തിട്ട്, ചൈനക്കാരുടെ ശരീരം എടുത്ത് ലാവോട്സ് എന്ന പേരിൽ മതം സ്ഥാപിച്ചിട്ടുണ്ട്. അതാണ് താവോ മതം. അപ്പൊ ഇദ്ദേഹം പലവട്ടം സഞ്ചരിച്ചിട്ടുള്ള യാത്രയിൽ അദ്ദേഹം വന്ന് കലിയുഗത്തിന്റെ ആരംഭത്തിൽ ഒരു സിദ്ധന്മാരുടെ സമ്മേളനം വിളിച്ചു കൂട്ടുകയാണ്. എന്നിട്ട് കലിയുഗത്തിൽ എന്ത് ഗുരുവന്റെ അനുഗ്രഹം എങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അദ്ദേഹം ഒരു കാര്യം തീരുമാനിക്കുകയാണ്. അങ്ങനെ 9 വിഷം നവപാഷാണം കൂടി ചേർന്ന് അത് അതിൽ ചൈനീസ് കെമിക്കലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ കൂടി ചേർന്ന് ഒരു വിഗ്രഹം ഉണ്ടാക്കുകയാണ് ഈ കലിയുഗത്തില് ഭക്തർക്ക് മുരുകന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി. അങ്ങനെ അത് പഴനിമലയിൽ പ്രതിഷ്ഠിക്കും. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അറിയാം മുരുകയുഗം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആ യുഗത്തിന് വേണ്ടി രണ്ടാമതൊരു വിഗ്രഹം അദ്ദേഹത്തിന്റെ സമാധി സ്ഥലത്ത് പ്രതിഷ്ഠിക്കാൻ പഴനിമലയ്ക്ക് ഉള്ളില്. ആ വിഗ്രഹം ഡാർക്ക് മാറ്ററെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വിഗ്രഹമാണ്. അപ്പോ ഇത് രണ്ട് വിഗ്രഹത്തിന്റെ കാര്യം, ഒന്ന് കലിയുഗത്തിന് വേണ്ടി നവപാഷാണം കൊണ്ട് ഉണ്ടാക്കിയ വിഗ്രഹവും മുരുയുഗത്തിന് വേണ്ടിയിട്ട് ഡാർക്ക് മാറ്ററെ കൊണ്ട് ഉണ്ടാക്കിയ വിഗ്രഹമാണ്. രണ്ട് വിഗ്രഹമാണ് അദ്ദേഹം പഴനിമലയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനത് പുസ്തകത്തിലുള്ള ഒന്നുകൂടി ഒന്ന് പറയാനായിട്ട് പറഞ്ഞത്. അത് ഈ ഓക്കെ ഓക്കെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഒരു ഇതായിരിക്കും. സാർ വേറെ ചാനലുകളിൽ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഓക്കെ നമ്മളൊരു ബേസിക് നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് ചോദിച്ചതാണ്. ഓക്കെ ഓക്കെ. ഞാൻ ഇപ്പം സാറ് പഴനിയിൽ ഈ അടുത്ത് ഒരു യാഗം നടന്നിരുന്നു. അതിന് മുമ്പ് ചെയ്തിരുന്നു. ആ ഓരോ യാഗത്തിനും ഓരോരോ പർപ്പസ് ഉണ്ടല്ലോ, ഓരോ പർപ്പസുകളിലാണ് കടന്നു കടന്ന് പോകുന്നത്. അതെ അതെ. ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ തമിഴ്നാട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, തമിഴ്നാട് ഇപ്പൊ പൊതുവേ അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം അത്ര ഹിന്ദുമതത്തിന് അല്ലെങ്കിൽ സനാതനധർമ്മത്തിന് അത്ര ഫേവറബിൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമല്ല. ഒരുപാട് മതപരിവർത്തനങ്ങളും പോലുള്ള സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അത്ര നല്ലതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, ക്ഷേത്രങ്ങളിലും അതിൻ്റെതായിട്ടുള്ള മൂല്യച്യുതികളൊക്കെ സംഭവിക്കുന്നുണ്ട്. ആ ഒരു മാറ്റം തമിഴ്നാടിന് ഉണ്ടാവുമോ? നല്ലൊരു ഇതിലേക്കുള്ള മാറ്റം ഉണ്ടാവുമോ സാറിന്റെ ഇതില്? ഇപ്പൊ അങ്ങ് ഉദ്ദേശിച്ച DMK ഗവൺമെന്റിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. സനാതനത്തിനെതിരായിട്ട് അവര് പ്രസ്താവനകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിന് മറുവശം എന്താ വെച്ചാൽ അവര് മുരുകവാന്റെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ആളാ. കാരണം അപ്പൊ ഒന്ന് അവര് കഴിഞ്ഞ കൊല്ലം വേൾഡ് മുരുക കോൺഫറൻസ് നടത്തി. അവിടെ ഇപ്പൊ നമ്മുടെ ഇവിടെ അയ്യപ്പ സമ്മേളനം ഗവൺമെന്റ് നടത്താൻ പോണതിനൊക്കെ മുമ്പ് തന്നെ DMK ഗവൺമെന്റ് നേരിട്ട് വേൾഡ് മുരുക കോൺഫറൻസ് അവിടെ നടത്തി. പഴനിയിലാണ് നടത്തിയത്. 3-4 ദിവസം വലിയ രീതിയിലാണ് നടത്തിയത്. അത് മാത്രമല്ല, പഴനി അമ്പലത്തിന്റെ ചുറ്റും ഗിരിവലത്തിന്റെ പ്രത്യേകത ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഞാൻ ഈ പറഞ്ഞ ശേഷം ഉണ്ടായ ചില മാറ്റങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം പഴനിയിൽ പോയാൽ ഗിരിവലം ചെയ്യണം. കാരണം നമ്മൾ ഈ രണ്ട് വിഗ്രഹത്തിനെയും കൂടി വലം വെക്കുകയാണ് ഗിരിവലം ചെയ്യുമ്പോൾ. അപ്പോ അത് ചെയ്യാതെ ഈ അടുത്ത കാലത്ത് ഇവരുടെ കാലത്താണ് ആ ഗിരിവലമൊക്കെ ക്ലീൻ ചെയ്തത്. എല്ലാ കച്ചവടക്കാരെയും മാറ്റി വണ്ടികൾ ഉള്ളിലേക്ക് കടത്താൻ അനുവദിക്കാതെ നടന്നു പോണ ഭക്തർക്ക് മാത്രം അത് ഭംഗിയാക്കി എടുക്കണത്. അപ്പൊ ഈ കാര്യം പിന്നെ പല അമ്പലങ്ങളിലും ഇപ്പൊ പഴനിയിലും തിരുച്ചെന്തൂരും അങ്ങനെ പല സ്ഥലങ്ങളിലും കുംഭാഭിഷേകങ്ങൾ നടത്തേണ്ടവര്. അപ്പൊ ഈ ഒരു കാര്യം അവര്, അതായത് മുരുകനെ തൊട്ടാൽ തമിഴ്നാട്ടില് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അറിയുന്നത് കൊണ്ടായിരിക്കാം അവർ ഈ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. മറ്റേ സൈഡൊക്കെ എതിർക്കുകയും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു രീതിയാണ് അവർ ചെയ്യണത്. പക്ഷെ ഭഗവാന്റെ അനുഗ്രഹത്തില് നമുക്ക് എന്തായാലും ഒരു മൂവ്മെന്റ് വരുന്ന സമയമാണ് ഭാരതം മുഴുവൻ. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ടാവും, നോക്കാം. ഉം. അതെ അതെ അതെ. പ്രത്യേകിച്ച് ഇപ്പൊ അടുത്ത് തന്നെ ഒരു കോടതി വിധി ഉണ്ടായിരുന്നു, ക്ഷേത്രത്തിലെ ധനം എടുത്ത് മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കരുതെന്ന്. ഇപ്പോൾ തൊട്ടടുത്ത ആ ദിവസമാണ് അതിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എല്ലാം കോടതിയിൽ നിന്നെല്ലാം വന്നത്. നമ്മൾ പൊതുവെ നോക്കുമ്പോൾ അവിടെ എന്താ പറയുന്നത്, ഒരു ഒരു ഓപ്പോസിഷൻ അധികം സ്ട്രോങ് അല്ലാത്തൊരു സ്ഥിതിയിലേക്ക് തമിഴ്നാട് പോയി.
വളരെ അവരുടെ ഇപ്പൊ ഭരിക്കുന്നവർ വളരെ സ്ട്രോങ് ആയിട്ട് പോകുന്ന ഒരു ഇതിലേക്ക് പോയി. അതുകൊണ്ടാണ് ഞാൻ ചോദ്യം ചോദിച്ചത്, അതിനൊരു മാറ്റം ഉണ്ടാവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിലിപ്പോ അല്ലേ? അതിലിപ്പോ ഇപ്പൊ ഇവര് മുരുക സമ്മേളനം നടത്തിയ ശേഷം ഈ അടുത്ത് ഹിന്ദു ഐക്യവേദിയും വേൾഡ് മുരുക കോൺഫറൻസ് നടത്തി. അതിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ പരിപാടിക്ക്. ഒരുപാട് ആൾക്കാർ വന്നിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു, ഗംഭീരമായി വിജയ്. അപ്പൊ എല്ലാവരും ഈ ഒരു സംഭവത്തിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്, മുരുക കോൺഫറൻസുകൾ. ഇതാദ്യം പറഞ്ഞത് ഞാൻ എന്റെ പുസ്തകത്തിലാ. എല്ലമാർക്കുടെ ഡ്യൂട്ടിയിൽ ഏറ്റവും അവസാനത്തെ യാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേൾഡ് മുരുക കോൺഫറൻസ് നടത്തണമെന്ന് 2022 ഇറങ്ങിയ പുസ്തകത്തിലുണ്ട്. പക്ഷെ അതിന് ശേഷം വഴിക്ക് വഴിക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ കേരളത്തിൽ നടക്കാൻ പോവാണ് ജനുവരിയിൽ ഒരു ഗ്രൂപ്പ് വേൾഡ് മുരുക കോൺഫറൻസ് നടത്താൻ പോകണം. എന്നെ അതിനെ മെയിൻ അതിഥിയായിട്ട് വിളിച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ലതല്ല. അതായത് മുരുകനെ കുറിച്ച് ആൾക്കാർ കൂടുതൽ കൂടുതൽ പറഞ്ഞു തുടങ്ങണു, മുരുകനെ കുറിച്ച് പറയണു. അതിന്റെ ഒരു പവർ ഉണ്ട്. ആ പവർ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ പറയുകയാണെങ്കിൽ പവർ തീർച്ചയായിട്ടും അറിയുന്നുണ്ട്. സാർ ആദ്യം തന്നെ ഇപ്പൊ ഡോളറിനെ നമ്മളിപ്പോ റുപ്പി നേരിടും, അതിന്റെ ഒപ്പം നിൽക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ തന്നെ തുറന്നു പറയാണ്, ഞാൻ പോലും വിചാരിച്ചത് ഇതൊക്കെ സാധിക്കുമോ, നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും ഇതൊക്കെ സാധിക്കുമോ എന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ നമ്മളിപ്പോ ഇത് കാണുന്നു. ഇന്ന് റൂപേ എന്ന് പറയുന്ന സിസ്റ്റം മറ്റുള്ള രാജ്യങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ BMI പോലത്തെ സാധനങ്ങളെല്ലാം അവര് ചെയ്യുന്നു. ആ വ്യത്യാസം സാറിന്റെ വായിന്നാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്, സാറിന്റെ വാക്കുകളിലൂടെയാണ് കേൾക്കുന്നത്. 2020 നമ്മളത് ഭഗവാന്റെ ഡ്യൂട്ടിയിൽ ആ വിഗ്രഹം സ്വിറ്റ്സർലാൻഡിൽ പ്രതിഷ്ഠിക്കുമ്പോഴാണ് അതിന്റെ കാരണമായിട്ട് എന്തിനു ചെയ്യണു എന്നുള്ള കാരണമായിട്ട് പറഞ്ഞത്. രൂപ ലോകത്ത് പവർഫുൾ ആവാൻ വേണ്ടിയിട്ട്, രൂപ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ലെവലിലേക്ക് ഉയരാൻ വേണ്ടി, ഡോളറിനെ തകർക്കാൻ വേണ്ടിയിട്ട്. 2020 ഒരാൾ പോലും അതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിട്ടില്ല, ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല. ഇന്നാണെങ്കിൽ രൂപയുടെ ശക്തിയെ കുറിച്ചും അത് ലോകത്തെ എത്രയോ രാജ്യങ്ങളിൽ നേരിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമെന്നും, ഡോളറിന്റെ തകർച്ചയെ കുറിച്ചും, ബ്രിക്സ് എന്ന് പറഞ്ഞൊരു പുതിയത് വരാൻ പോണതിനെ കുറിച്ചിട്ടൊക്കെ ഇപ്പൊ ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കും. പക്ഷെ ഭഗവാൻ അത് 2020 നമ്മളെ കൊണ്ട് ചെയ്യിച്ചതാണ്. പക്ഷെ അത് ഇപ്പൊ നമ്മുടെ ഭഗവാന്റെ അനുഗ്രഹത്താൽ നമ്മുടെ ഡ്യൂട്ടികൾ ചെയ്യുമ്പോൾ ഇത് 100 വർഷം കഴിഞ്ഞിട്ട് 200 വർഷം കഴിഞ്ഞിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല. നമ്മുടെ മുമ്പില് അടുത്തടുത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഭഗവാൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. അത് എങ്ങനെ ലോകക്രമം തന്നെ മാറ്റിമറിക്കുന്ന രീതികളാണ്. ആ ഒരു പവർ ഫീൽ ചെയ്യണം. അതെ, ലോകക്രമത്തെ പറ്റി പറയുന്ന സമയത്ത് ഒരു സമയത്ത് നമ്മൾ വിചാരിച്ചു നമ്മൾ അമേരിക്കയായിട്ടൊക്കെ ഭയങ്കരമായിട്ട് അടുത്ത് വരുന്നു, നമ്മൾ ഇനിയിപ്പോ ഇന്ത്യയും അമേരിക്കയും കൂടിയാണ് ഇനി മുമ്പോട്ട് പോകാൻ പോകുന്നതെന്നൊക്കെ തോന്നിയ നിമിഷത്തിൽ പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടാവുന്നു. ചൈനയും റഷ്യയും ഇന്ത്യയും കൂടി ഒരു ആക്സിസ് ഫോം ചെയ്യാണ് ഇപ്പോ. ഇതെല്ലാം സാറിന് മുൻകൂട്ടി ഒരു ഇതുണ്ടായിരുന്നു അല്ലേ? 2023 നമ്മൾ പറഞ്ഞതാണ്. 2023 യിങ് യാങ് യാഗം ആഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യ ദിനത്തിലാണ് നമ്മൾ പഴനിയിൽ നടത്തിയത്. യിങ് യാങ് യാഗം ഇന്ത്യ ചൈന ആ സ്പിരിച്വൽ പാത്ത് ഓപ്പൺ ആയി. കാരണം ബോഗർ മഹർഷി, പുലിപ്പാണി സിദ്ധര്, ബോഗർ മഹർഷിയുടെ ഗുരു കാലിംഗനാഥ സിദ്ധരൊക്കെ ഒരുപാട് വട്ടം സഞ്ചരിച്ച വഴികളാണ് ഈ ഇന്ത്യ ചൈന വഴികളിലൂടെ, ടിബറ്റ് സൈഡിൽ കൂടെ ചൈനയിലേക്ക്. കാലിംഗനാഥ സിദ്ധരുടെ സമാധി പോലും അവിടെ. പുലിപ്പാണി സിദ്ധർ ചൈനയിൽ നിന്ന് വന്ന ആളാന്നുള്ള ഒരു ഇതുണ്ട്. അപ്പോ അത്രയും അവിടുന്ന് ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മുരുകന്റെ വിഗ്രഹം പോലും ചൈനീസ് കെമിക്കൽ ഉണ്ട് എന്നല്ല പറയണം. അപ്പോ അത്രയും കണക്ഷൻ ഉണ്ടായിരുന്നു. അത് കട്ടായി പോയി. വീണ്ടും ആ സ്പിരിച്വൽ പാത്ത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇന്ത്യ ചൈന ബന്ധം സ്ട്രോങ് ആവും. അത് ഇന്ത്യനെ ലോകഗുരു പവർഫുൾ പൊസിഷനിലേക്ക് കൊണ്ടുവരും. അതിനുവേണ്ടി ഇന്ത്യ ചൈന റഷ്യ ഒരു പുതിയ ലോകക്രമം ഉയരണം. 2023 നമ്മൾ യാത്ര നടത്തിയതാ. അന്ന് ചിന്തിക്കാൻ കൂടി പറ്റിയിട്ടില്ല. കാരണം നമ്മൾ അമേരിക്കയായിട്ട് ഭയങ്കര സഖ്യമാണ്, അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. ഇപ്പൊ നേരെ ഇപ്പുറത്തേക്ക് മാറി. ഇന്ന് നമ്മളിപ്പോ സംസാരിക്കുമ്പോ മോദിജി ചൈനയിലാണ്. ഇപ്പൊ മറ്റേ ചൈനീസ് പ്രസിഡന്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ വിഷയത്തില്. അപ്പോ എന്താ പറയാ, ആ ഒരു ലോകക്രമം, പുതിയൊരു ലോകക്രമം പടിഞ്ഞാറിനെ തള്ളി. ഞാൻ കഴിഞ്ഞ കൊല്ലം ഗുരുവായൂർ നടന്ന പരിപാടിയിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, പടിഞ്ഞാറെ തള്ളി ഒരു പുതിയ ലോകക്രമം ഉയർന്നു വരും, ഇന്ത്യ ചൈന റഷ്യ. പഴനിയാണ്ട് അത് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇന്ന് ലോകം സംസാരിക്കുകയാണ് അതിനെ കുറിച്ചിട്ട്. അത് അത്ഭുതകരമാണ്. സത്യത്തിൽ വളരെ അത്ഭുതമായിട്ടുള്ള ഒരു കാര്യമാണ് നടക്കുന്നത്. ഒരാളും പ്രതീക്ഷിക്കാത്ത, നമുക്ക് ബോർഡറിലുള്ള സ്കർമിഷസ് എല്ലാം ഉണ്ട്. ഞാൻ പൊതുവേ ജിയോ പൊളിറ്റിക്സ് നന്നായിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളാണ്. ആരും പ്രഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനൊരു ഇതുണ്ടാവുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സിന്ദൂർ 1 കഴിഞ്ഞപ്പോ ചൈനയ്ക്കുണ്ടായ മാനനഷ്ടത്തിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും യോജിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഇത് നടക്കുന്നു. അത്ഭുതകരമാണ്. അതെ, അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്, പഴയണം തീരുമാനിച്ചിട്ടുണ്ട്, നടന്നേ പറ്റുള്ളൂ. കാരണം ഇത് മുരുക യുഗമാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാൻ നമ്മള് എന്താ പറയുക, ഇപ്പൊ സിന്ദൂർ 1 പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. പല ജ്യോതിഷികളും, ഞാൻ തന്നെ വാച്ച് ചെയ്യുന്ന കുറച്ച്, ശ്രദ്ധിച്ച് കാണുന്ന കുറച്ച് പേര്, അഭിജ്ഞാനത്തിനെ പോലുള്ളവര്, അമീഷ അഹൂജയെ പോലുള്ളവരൊക്കെ പറഞ്ഞിരുന്നു ഈ സിന്ദൂർ 1 കഴിഞ്ഞത് തീർന്നിട്ടില്ല,
അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് കൂടി തീർച്ചയായിട്ടും ഉണ്ടാവും. അവർ സെപ്റ്റംബർ ഓൺവേർഡ്സ് ആണ് അതിന്റെ ഒരു സമയം പറയുന്നത്. അങ്ങനെ ഒരു ഇത് സാറിന്റെ കാഴ്ചപ്പാടിലുണ്ടോ? അങ്ങനെ ഒരു ചാൻസ് ഉണ്ടോ അതിന്? ഈ സിന്ധു നമ്മുടെ അടുത്ത കൊല്ലാണ് അഗ്നിയാഗം വരാൻ പോകുന്നത് ഭഗവാന്റെ ഇതില്. ആ അഗ്നിയാഗത്തിന്റെ ലക്ഷ്യം തന്നെ ഡീപ് സ്റ്റേറ്റിനെ തകർക്കുക എന്നുള്ളതാ. ഇപ്പം ഒരു സൈഡിൽ ഡീപ് സ്റ്റേറ്റ്, ഒരു സൈഡിൽ മുരുക ഭഗവാൻ എന്നുള്ള രീതിയിലേക്ക് ഇത് മാറിക്കഴിഞ്ഞു. അപ്പൊ ഇത് വിജയിക്കുക, ഭാരതം വിജയിച്ചാൽ ഭാരതം സൂപ്പർ പവറാ. അപ്പൊ ആ സമയത്താണ് അഗ്നിയാഗത്തിന് മുമ്പ് അഗ്നിഹോമം നടത്തണം എന്ന് പറഞ്ഞ ഭഗവാന്റെ ഡയറക്ഷൻ വന്നു. എല്ലാ പ്രാവശ്യവും ഒരു യാഗം മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ പ്രാവശ്യം ഒരു ഹോമം കൂടി നടത്തണം എന്നുള്ള ഇതിലേക്ക് പറഞ്ഞു. അത് നടന്നത് മെയ് 1 നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഭഗവാൻ പറഞ്ഞ ദിവസം. മെയ് 1 അല്ല, മാർക്ക് സ്റ്റാർട്ട് ചെയ്ത ദിവസം. അപ്പൊ ആ ദിവസം നടത്തണം. അപ്പൊ അത് നടത്തണം എന്ന് പറഞ്ഞപ്പോ അന്ന് ഭഗവാൻ പറഞ്ഞത് ഈ യാഗം എന്തിനു വേണ്ടി നടത്തണം എന്നുള്ളത് പറഞ്ഞു. ഒന്ന് മുരുകസേനയ്ക്ക് വേണ്ടി നടത്തണം എന്നുള്ളതാണ്. അതായത് വീരബാഹു അദ്ദേഹത്തിന്റെ കമാൻഡറും നവവീരരും പിന്നെ അടങ്ങുന്ന മുരുകസേനയ്ക്ക് വേണ്ടി ഈ ഹോമം നടത്തണം. 2 സുഭാഷ് ചന്ദ്രബോസിന് വേണ്ടിട്ട് ഹോമം നടത്തണം. 3 ചാണക്യന് വേണ്ടി നടത്തണം. ഈ 3 കാര്യം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മാർച്ച് മാസത്തിലാണ്. അപ്പൊ മെയ് 1 അത് നമ്മൾ പ്രഖ്യാപിക്കണം ഹോമം നട ഈ നമ്മളിത് പ്രഖ്യാപിക്കണം മാർച്ച് മാസത്തിൽ പഹൽഗാം നടന്നിട്ടില്ല, പാകിസ്ഥാന്റെ വിഷയങ്ങളില്ല. പക്ഷെ മെയ് 1 നമ്മൾ ഈ യാഗം പഴനിയിൽ അഗ്നിഹോമം നടക്കണം. അതിനുള്ള പഹൽഗാം കഴിഞ്ഞു. ഈ യാഗത്തിന്റെ തലേ ദിവസമാണ് പ്രധാനമന്ത്രി ഡിക്ലെയർ ചെയ്യണത് നമ്മുടെ 3 സേനയ്ക്ക് പാകിസ്ഥാൻ അടിക്കാനുള്ള ഫ്രീഡം കൊടുത്തിട്ട്. ഇത് നമ്മൾ എത്രയും മുമ്പ് പറഞ്ഞപ്പോ അന്ന് ഈ വിഷയങ്ങളൊന്നുമില്ല. പക്ഷെ കറക്റ്റ് മെയ് 1 ഇത് ചെയ്യുന്ന തലേ ദിവസമാണ് സേനയ്ക്ക് ഡിക്ലറേഷൻ കിട്ടണത് പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്ന്. അന്ന് ആ ഹോമം നടത്തുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ യുദ്ധത്തിൽ മുരുകസേനയുടെ മുരുകവാണിയും മുരുകസേനയുടെ എനർജി നമ്മുടെ സേനയ്ക്ക് ലഭിക്കും. നമ്മൾ സമ്പൂർണ്ണ വിജയം നേടുന്നു. വെറും 4 ദിവസം കഴിഞ്ഞപ്പോൾ അത് ആരംഭിച്ചു, 3 ദിവസത്തോണ്ട് അത് അവസാനിക്കുകയും ചെയ്തു. മറ്റേ അമേരിക്കയുടെ ആണവ ശേഖരത്തിൽ പോലും ബോംബിട്ട് ലോകത്തിനെ വിറപ്പിച്ചു. ഇന്ത്യ എത്രത്തോളം പവർഫുൾ ആണ് ആ 4 ദിവസത്തെ യുദ്ധത്തില് ലോകം മനസ്സിലാക്കി ഇന്ത്യയുടെ ആ കഴിവ്. അത് ഭയങ്കരമായിട്ട് ഇന്ത്യനെ വേൾഡ് ലെവലിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. കാരണം ചില യുദ്ധങ്ങൾ ലോകത്തിൽ പവർഫുൾ ആക്കും രാജ്യങ്ങളെ. 2ാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ് അമേരിക്ക പവർഫുൾ ആയത്. നമ്മുടെ ബ്രിട്ടൻ ഒരുപാട് യുദ്ധങ്ങളിലാണ് അവര് ശക്തി പ്രാപിച്ച് അവര് വന്നത്. അപ്പൊ അതേപോലെ സ്റ്റാലിൻ റഷ്യയിൽ പവർഫുൾ നേതാവായത്, സോവിയറ്റ് യൂണിയൻ പവർഫുൾ ആയത് 2ാം ലോക യുദ്ധത്തിന് ശേഷമാണ്. അപ്പൊ അതേപോലെ പക്ഷെ നമുക്ക് വളരെ ചുരുങ്ങിയതിൽ 4 ദിവസം കൊണ്ടുവന്ന ലോകത്തിന് മനസ്സിലായി ഇന്ത്യയുടെ കരുത്ത്. ആ ഒരു ബഹുമാനം ലോകത്തിന് മുമ്പിൽ ഇന്ത്യക്ക് കിട്ടിയാണ്. അപ്പൊ തന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത കൊല്ലം നടത്തുന്ന അഗ്നിയാഗത്തിനുള്ളിൽ 3-4 കാര്യങ്ങൾ നടക്കും. അത് ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്നുള്ളത്. ഒന്ന്, സുഹൃത്ത് രാജ്യങ്ങളെ ശത്രുക്കളാക്കും, അയൽരാക്കത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കും, നമ്മുടെ വിദേശ നാണയ ഫണ്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള വലിക്കാനുള്ള ശ്രമങ്ങൾ നടക്കും. പക്ഷെ ഇത്രയും ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും. അതിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളും വരാം. ഈ പറഞ്ഞ നേരത്തെ ചോദിച്ച യുദ്ധത്തിന്റെ കാര്യങ്ങളും വരാം. അതിനുള്ള ശ്രമം അവര് നടത്തും ഡീപ് സ്റ്റേറ്റ്. പക്ഷെ ഓരോ വട്ടവും ഭഗവാന്റെ അനുഗ്രഹത്തിൽ മുരുകന്റെ അനുഗ്രഹത്തിൽ നമ്മൾ വിജയിച്ച് പോയി അടുത്ത യാഗമാകുമ്പോഴേക്കും ഡീപ് സ്റ്റേറ്റിനെ തകർത്ത് ഭാരതം തന്നെ ഒരു ഡീപ് സ്റ്റേറ്റ് ആയിട്ട് മാറും എന്ന് ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ മുമ്പിൽ കാണുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഓരോന്നോരായിട്ട് നടക്കുന്നത്. അടുത്ത മെയ് 1 വരെ ഈ സംഭവങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മുടെ ആ യോഗം നടക്കുന്നതോടുകൂടി ഡീപ് സ്റ്റേറ്റ് ഇല്ലാണ്ടാവും, ഭാരതം ഡീപ് സ്റ്റേറ്റ് ആയിട്ട് മാറും. വളരെ പ്രചോദിപ്പിക്കുന്ന ഒരു പ്രവചനമാണ്. കാരണം ഇപ്പൊ എന്റെ പ്രായമൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്റെ ചെറുപ്പത്തിലെല്ലാം ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇന്ത്യ എന്തുകൊണ്ട് ഈ രാജ്യങ്ങളുടെ മുമ്പിലൊന്നും നെഞ്ചി വിരിച്ച് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഇന്ന് കാണണമെന്നൊക്കെ വളരെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മളത് കാണുകയാണ്, നമുക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായി. ഇന്നിപ്പോ നേരെ നിൽക്കാനായിട്ടും ട്രംപിന്റെ ഫോൺ കോൾ മോദി എടുത്തില്ല എന്നൊരു ജർമ്മൻ പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനൊക്കെ ഉള്ളൊരു ഇത് മുരുകയുഗമാണ്. ഭാരതം അതിന്റെ ടോപ്പിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ എനർജിന്റെ പ്രൊട്ടക്ഷൻ ഭഗവാൻ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഭരണാധികാരികൾക്ക് ഉണ്ട്. അപ്പോ നമ്മള് മുണ്ടുമടച്ചോത്തിൽ അന്വേഷിച്ച് നടക്കും. അതുപോലെ തന്നെ ഇപ്പൊ സാർ ഇപ്പൊ പറഞ്ഞ കാര്യം, അതായത് ഡെൻമാർക്കിൽ എന്നുള്ള ഒരു ഈ യുദ്ധങ്ങളുടെ ഒരു എക്സ്പേർട്ട് ടൈംസ് നൗവിലെല്ലാം വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞിരുന്നു ഈ 22 മിനിറ്റിൽ അല്ലെങ്കിൽ 24 മിനിറ്റിൽ 11 വിമാനത്താവളങ്ങളാണ്, എയർബേസുകളാണ് നമ്മൾ തകർത്തത്. അത് അൺപ്രസിഡന്റഡ് ആണ്. ലോകയുദ്ധം നടക്കുന്ന അല്ലെങ്കിൽ ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് പോലും ഒരു രാജ്യത്തിനും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഈ 20 മിനിറ്റിൽ ചെയ്ത് കാണിച്ചത്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ സാർ പറഞ്ഞതുപോലെ മുരുകസേനയ്ക്ക് മാത്രം സാധിക്കുന്ന അത്ഭുതങ്ങളാണ്. കറക്റ്റ്. നമുക്കൊരിക്കലും ആ ദിവസം തന്നെ വന്നു എന്നുള്ളതാണ് നമ്മുടെ ഹോമം. നമ്മളറിയാം അതെന്ത് ഭഗവാൻ പറഞ്ഞു മുരുകസേനയ്ക്ക് വേണ്ടിയിട്ട് നീ ചെയ്യണം എന്നാ പറഞ്ഞത്. അത് ആ എനർജി കറക്റ്റ്
ഒക്കെ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതാണ്. നമ്മുടെ കൺമുന്നിലാണ് നടക്കുന്നതെല്ലാം. അതെ 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 അതെ. നമ്മൾ പോകാൻ സാധിച്ചിട്ട് നമ്മൾ പറയണത് കുറെ വർഷം കഴിഞ്ഞ് അടുത്ത നൂറ്റാണ്ട് അതല്ല, അപ്പൊ നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ. ഞാനിപ്പം സാറ് പറഞ്ഞതുപോലെ ഇപ്പൊ ഡീപ് സ്റ്റേറ്റിനെ പറ്റിയിട്ട് പറഞ്ഞു. ഇപ്പൊ ഇന്ന് നമ്മളിപ്പോ ഈ ഒരു വളരെ കലുഷിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കൂടിയാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെയും എല്ലാം കുറ്റപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യാൻ പാടില്ലാത്ത ചില ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ നമ്മുടെ ഡെമോക്രസി എന്ന് നമ്മൾ അഭിമാനിക്കുന്ന സംഭവത്തിന്റെ ആ ഒരു മൂല്യം തന്നെ കുറയ്ക്കുന്ന ഒരു ഇതിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പൊ അതെല്ലാം ഒരു ഡീപ് സ്റ്റേറ്റിന്റെ ഒരു ഹാൻഡ് ആണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ വിജയിക്കുമല്ലേ? എന്താണ് സാറിന്റെ അഭിപ്രായം? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങള്, നമ്മുടെ വിദേശ ഫണ്ട് പിൻവലിക്കുക, രാജ്യത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും രീതിയിൽ കലാപം ബംഗ്ലാദേശിലൊക്കെ ഉണ്ടാക്കിയ പോലെ അതിനുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു കൊല്ലത്തിനുള്ളിൽ ലിപ്സ്റ്റേറ്റ് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഇവിടെ ഒക്കെ ഓരോ വട്ടവും ഭാരതം അതിലേക്ക് അതിജീവിച്ച് തകർത്തെറിഞ്ഞ് ഭാരതം വിജയിച്ചുകൊണ്ടേയിരിക്കും. അവസാനമാണ് നമ്മുടെ അഗ്നിഹാമം. അതോടുകൂടി ഡീപ് സ്റ്റേറ്റിനെ തകർത്ത് ഭാരതം ഡീപ് സ്റ്റേറ്റ്, ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഭാരതം തീരുമാനിക്കും ഏത് രാജ്യത്ത് ഭരണാധികാരികൾ വേണം, ആര് ഭരിക്കണം, ആ, അവരുടെ പോളിസി എന്താവണം. ഇത്തരം കാര്യങ്ങളൊക്കെ ഭാരതം തീരുമാനിക്കുന്ന ലെവലിലേക്ക് ഭാരതം ഒരു ഡീപ് സ്റ്റേറ്റ് ആയിട്ട് മാറും. സാർ അത് പറയുമ്പോൾ സാറിന്റെയും പ്രസംഗം ഞാൻ കേട്ടിരുന്നു. സാറിനും ഒരു ചെറിയൊരു ഭീഷണികളെല്ലാം ഉണ്ടായി, ഈ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നെല്ലാം പറഞ്ഞു. സാർ പറയുന്നതും ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ആ, ഇപ്പൊ ഉള്ള ഡീപ് തീർച്ചയായും. സ്റ്റേറ്റുകൾ അതുപോലെ. അത് കാരണം എന്താ വെച്ചാൽ നമ്മൾ പറയണത് നടക്കണ്ടല്ലോ. നമ്മൾ എന്ത് പറയണു, ഭഗവാൻ പറയണു, നമ്മളത് ചെയ്യണു, അതിന്റെ റിസൾട്ട് അപ്പൊ കാണുന്നു. അപ്പൊ ആദ്യത്തെ വട്ടം അവഗണിച്ചിട്ടുണ്ടാവാം, രണ്ടാമത്തെ വട്ടം അവഗണിച്ചിട്ടുണ്ടാവും, മൂന്നാമത്തെ വട്ടം ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ടാവും, നാലാമത്തെ ആയപ്പോഴേക്കും അവര് കുറച്ചുകൂടി ഗൗരവത്തിൽ എടുത്തു തുടങ്ങിയിട്ടുണ്ടാവും. അതെ അതെ അതെ. അതേപോലെ ഇപ്പൊ സാർ ഇപ്പൊ പറഞ്ഞതുപോലെ ഈ മാറ്റങ്ങൾ വരുന്നതിന്റെ ഒരു ഇതായിട്ട് എനിക്കത് രണ്ടും റിലേറ്റഡ് ആണോ എന്നുള്ളത് അറിയില്ല. ഞാനത് സാറിനോടും കൂടി ചോദിക്കുകയാണ്. അതായത് ഇപ്പൊ ഈ 2016 ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ഇപ്പൊ ആർട്ടിക്കിൾ 370 എന്റെ ഒരു ലൈഫ് ടൈമിൽ നടന്നു കാണുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നടന്നു. അതുപോലെ നടന്നതാണ് രാമക്ഷേത്രം പണിതത്, അയോധ്യയിലെ രാമക്ഷേത്രം വന്നത്. ഇന്നിപ്പോ കാശിയിലെ കേസ് നടക്കുന്നുണ്ട്. സംഭാലിൽ ഒരുപക്ഷെ അവിടുത്തെ ആൾക്കാർ പോലും ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് വിചാരിച്ച ക്ഷേത്രങ്ങളെല്ലാം മണ്ണിന്റെ അടിയിൽ നിന്ന് പൊങ്ങി വരികയാണ്. ഇതെല്ലാം അതിന്റെ ഒരു ഡിസൈനിലുള്ളതാണോ? ഇതില് ഞാൻ കൂടുതലെന്ന് പറയാം, ഇതിൽ കുറച്ച് രാഷ്ട്രീയം കൂടി ഉള്ള കാരണം എനിക്കത് കൂടുതൽ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല. മറിച്ച് ഒരു സർക്കാർ ജീവനക്കാരനായ കാരണം നമ്മൾ അതിലേക്ക് കടക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു രംഗത്തിലേക്ക് അതിനെ കുറിച്ച് ഞാൻ ഇപ്പൊ ഒന്നും പറയുന്നില്ല. ശരി ശരി ശരി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാനത് മനസ്സിലാകും. അതുപോലെ സാറ് പറഞ്ഞൊരു കാര്യമായി എന്നെ അത്ഭുതപ്പെടുത്തിയത് നമ്മുടെ മണ്ണിന്റെ അടിയിൽ നിന്നും കടലിൽ നിന്നും എല്ലാം നിധികൾ പൊങ്ങി വരുമെന്ന് പറഞ്ഞതാണ്. അതിപ്പം ഇപ്പൊ ഞാൻ ഓരോ ദിവസം കാണുമ്പോഴും ഞാൻ സാറിനെ ആലോചിക്കും. ഇതുവരെ പുതിയ പുതിയ വാർത്തകൾ വരുന്ന ലിഥിയം, അതേപോലെ ഇപ്പം ഒഡീസയിലെ സ്വർണം കണ്ടെത്തിയത്, നമുക്ക് ഓയിൽ പല ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായത്, ഇപ്പം ജമ്മു കാശ്മീരിൽ ഇപ്പം ലിഥിയം ബാറ്ററിയുടെ നിക്ഷേപങ്ങൾ കണ്ടെത്തിയത് ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിക്ഷേപമാണ്. മുമ്പ് ഞാനിരിക്കുന്ന ഓസ്ട്രേലിയയിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നാണ് പറഞ്ഞിരുന്നത്. ഇന്ന് ഒരുപക്ഷെ അതിനോട് റൈവൽ ചെയ്യാവുന്ന അത്രയും ഒരു വലിയ നിക്ഷേപം നമ്മൾ ഇവിടെയും കാണുന്നു. പക്ഷെ നമ്മളത് യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. സാറിന്റെ അഭിപ്രായത്തിൽ നമ്മൾ ഇതെല്ലാം പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യാനായിട്ടും അതിന്റെ ഗുണം രാജ്യത്തിന് ഉണ്ടാവുന്ന രീതിയിൽ അതിനെ പോഷിപ്പിച്ചെടുക്കാനായിട്ടും സാധിക്കും അല്ലേ? തീർച്ചയായും. നമ്മൾ 2021 നമ്മുടെ ഡ്യൂട്ടി അതായിരുന്നു, സ്കന്ദഭാരത മഹായാഗം. അതും ഒരു സ്വാതന്ത്ര്യ ദിനത്തിന് ആഗസ്റ്റ് 15 പഴനിയിൽ വെച്ചത്. അതിന്റെ ലക്ഷ്യം തന്നെ നമ്മൾ ശങ്കരാചാര്യ സഞ്ചരിച്ച വഴിയിലൂടെ പോയി തീർത്ഥം കൊണ്ടുവന്നിട്ടാണ് ഉജ്ജയിനിൽ പൂജ ചെയ്തിട്ടാണ് ഇവിടെ യാഗം നടത്തിയത്. ഭൂമിക്ക് വിക്രമാദിത്യ മഹാരാജ ഭരിച്ചിരുന്ന പോലത്തെ കാലത്തെ പോലെ ഇന്ത്യ സമ്പദ് സമൃദ്ധമാവണം, അതിന് ഭൂമിക്കടിയിൽ നിന്ന് നിധികൾ കിട്ടണം എന്ന് പറഞ്ഞിട്ട് നടത്തിയ യാഗമാണ്. അതിനുശേഷം ഇപ്പൊ അങ്ങ് നോക്കൂ, വഴിക്ക് നമുക്ക് ഇങ്ങനെ കൊബാൾട്ട്, ലിഥിയം, സ്വർണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. തീർച്ചയായും നമുക്ക് അതൊക്കെ ഉദ്ഘാടനം ചെയ്തെടുത്ത് നമ്മുടെ രാജ്യത്തിലെ സമ്പദ് സമൃദ്ധിയിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതിന് തന്നെയാണ് ഭഗവാൻ അത് ഇനിയും കിട്ടും. ഇനി ഇത് ഇതേപോലെ ഇനിയും നിറയെ ന്യൂസ് വന്നുകൊണ്ടിരിക്കും സഹായിച്ച്. അതെ അതെ, വളരെ ആത്മവിശ്വാസം നൽകുന്ന കാര്യങ്ങളാണ് അതിപ്പോ സാർ. എപ്പോഴും പറയാറുണ്ട്, നമ്മൾ രാജ്യസ്നേഹികള്, രാജ്യത്തിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മുടെ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ ഒരു ബല എന്ന് പറയാറുണ്ട്. അതെ അതെ, ഒരു എനർജിയാണ് നമുക്ക്, ഈ കോൺഫിഡൻസ് വരിക എന്ന് പറയില്ലേ. നമുക്ക് അതെ അതെ നല്ലൊരു അതെ. ഭാവി ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും കാര്യങ്ങൾ മുമ്പോട്ട് തീർച്ചയായും കാണാനെല്ലാം. തീർച്ചയായും. അതുപോലെ ഇപ്പൊ സാറ് സംസാരിച്ച സുഭാഷ് ചന്ദ്രബോസിന് വേണ്ടിയിട്ടുള്ള ഒരു യാഗം, അതുപോലെ ചാണക്യന് വേണ്ടിയിട്ടുള്ള യാഗം, ഈ രണ്ട് യാഗങ്ങളുടെയും എന്താണ് ഫലസിദ്ധി, അല്ലെങ്കിൽ അത് എന്താണ് സാർ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത്, നമ്മൾ അതിന്റെ എന്ത് ഫലമാണ് വിചാരിക്കുന്നത്, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഞാനിപ്പോ കേൾക്കുകയാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്.
അല്ല, സുഭാഷ് ചന്ദ്രബോസ് ചാണക്യന് മുരുകസേനയ്ക്ക് വേണ്ടിയിട്ട് ഒരു അഗ്നിഹോമം നടത്തിയത് ലാസ്റ്റ് എല്ലാവർക്കും കൂടി മെയ് ഫസ്റ്റിന്. അതിന് മുരുകസേന ഞാൻ പറഞ്ഞല്ലോ, ഓപ്പറേഷൻ സിന്ദൂരായിട്ടുള്ള ഒരു ഇത്. ഉം, നമ്മളെല്ലാ യാഗങ്ങൾ ചെയ്യുമ്പോഴും ഭഗവാന്റെ ഡയറക്ഷനിൽ കുറെ ആൾക്കാർക്ക് ദർപ്പണങ്ങൾ ചെയ്യാറുണ്ട്. ഉം, വലിയ ദർപ്പണങ്ങൾ പൂജകൾ ചെയ്യാൻ. അതിൽ നമ്മൾ ചോളന്മാരുടെ യാഗം നടത്തിയപ്പോ എല്ലാ ചോള രാജാക്കന്മാർക്കും ചെയ്തു. ഉം, ഒരു ഉജ്ജയിനിൽ യാഗം നടത്തിയപ്പോ ഡോക്ടർ ബാബ സാഹിബ് അംബേദ്കർക്ക് വേണ്ടി ചെയ്തു. അതിനുശേഷമാണ് നമ്മുടെ ഇലക്ഷൻ നടന്നതും പിന്നെ ഫുൾ അംബേദ്കറെ കുറിച്ചുള്ള ചർച്ചകളായിരുന്നു ഉണ്ടായത്. ആ, അതിനുശേഷം പിന്നെ ഈ പ്രാവശ്യം അത് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ്. കാരണം സുഭാഷ് ചന്ദ്രബോസ് ഇനിയുള്ള കാലത്ത് ഭാരതത്തിൽ ഒരുപാട് പേരുകൾ കേട്ടു തുടങ്ങും. കാരണം ഉം, അദ്ദേഹത്തിന്റെ എനർജി ധാരാളം വരുന്ന ഒരു സമയമായി. ഉം. കാരണം ഭാരതത്തിന്റെ ആ ഒരു രീതി മാറി, അഗ്രസീവായി. അതെ. ശാന്തത ഉം. കൈവിട്ടു. അഗ്രസീവ് മോഡിലേക്ക് ഭാരതം ഗിയർ ചേഞ്ച് ചെയ്യണ ടൈമായി. കാരണം ദേവസേനാപതിയായി മുരുകവാന്റെ യുഗമാണത്. അപ്പോ പതുങ്ങിയിരിക്കണ സ്വഭാവം മാറി തുടങ്ങി. ആ എന്താണെന്ന് ചോദിച്ചാൽ ഏതാണെന്ന് ചോദിക്കണ ലെവലിലേക്ക് മാറി തുടങ്ങി. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് പാർലമെന്റിന് മുമ്പിൽ ഇരിക്കുന്ന അശോക സ്തംഭത്തിന്റെ രൂപം പോലും മാറിയിട്ടുള്ളത്. ആ ഒരു ഗർജിക്കുന്ന സിംഹമായിട്ട് മാറി. ശാന്തമായിട്ട് ഇരിക്കുന്ന സിംഹമല്ല പുതിയത് വെച്ചിരിക്കുന്നത്. ചിരിക്കുന്ന സിംഹത്തിൽ നിന്ന് ഗർജിക്കുന്ന സിംഹത്തിലേക്ക് വന്നു. ഗർജിക്കുന്ന സിംഹം. അപ്പൊ അത് അഗ്രസീവ് മോഡിലേക്ക് ഭാരതം ഗിയർ മാറ്റിയ സമയമാണിത്. അപ്പൊ അതിനൊരു കാരണം ഇദ്ദേഹത്തിന്റെ ഒരു എനർജി വന്നു. ഉം, നമുക്കറിയാം, നമ്മൾ രണ്ട് നേതാക്കന്മാരും, ഒന്ന് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി, അദ്ദേഹത്തിന് ഒരു രീതി ഉണ്ടായിരുന്നു. അദ്ദേഹത്തോടൊപ്പം തന്നെ മഹാനായ വേറൊരു സുഭാഷ് ചന്ദ്രബോസിന് ഒരു രീതി ഉണ്ടായിരുന്നു. ഇത് രണ്ട് ഉം, രീതിയാണ്. ഇപ്പൊ ഈ രീതിയിലേക്ക് നമ്മൾ ചേഞ്ച് ആവുകയാണ്, ഭാരതത്തിന്റെ മൊത്തം സ്വഭാവം. അപ്പൊ അതും ഈ യാഗത്തിന്റെ ഭാഗമായിട്ട് നടന്ന ഒരു കാര്യമാണ്. അത് കണ്ടറിയാം. മെയ് ഫസ്റ്റിന് ശേഷമാണ് ഭാരതത്തിന്റെ അഗ്രസീവ് മോഡിലേക്ക് കൂടുതൽ മാറ്റം വന്നിട്ടുള്ളത്. അപ്പൊ അതാണ് അതിന്റെ പിന്നെ ചാണക്യനെ നമ്മൾ എപ്പോഴും പഠിക്കേണ്ട ആളാണ്. നമ്മുടെ കുട്ടികൾക്ക് ചാണക്യനെ പറഞ്ഞു കൊടുക്കണം. ദേശസ്നേഹം, ദേശീയത ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള മഹാനായ ഒരാളാണ്. അദ്ദേഹം ഏതാണ്, അദ്ദേഹത്തിന് നമ്മള് പല കാര്യങ്ങളെ നമ്മൾ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ, മൂല്യബോധങ്ങൾ വെച്ചിട്ട് സംസാരിക്കും. നമ്മൾ സംസാരിക്കണോ? നമ്മൾ വസുദൈവ കുടുംബകം പറയും, ലോക സമസ്ത സുഖന ബോധം. വേറെ ആൾക്കാർ ആരും ചെയ്യില്ല. ഉം, ബ്രിട്ടൻ വന്നപ്പോ അവർക്ക് തോന്നിയില്ല ഇത്. അവർ നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ എടുത്തു പോവുക ചെയ്തത്. അമേരിക്കക്കാർക്ക് താരിഫ് വയ്ക്കുമ്പോ അവർക്കും തോന്നില്ല. പക്ഷെ നമ്മളും മാത്രം ഇത് എപ്പോഴും പറഞ്ഞ് ലോകം അത് ആ കാലഘട്ടം മാറി. ചാണക്യതന്ത്രത്തിലേക്ക് മാറേണ്ട ടൈമാണത്. അതായത് ഇങ്ങട് വെക്കണതിന്റെ അപ്പുറത്തേക്ക് അതിനെന്തും ചെയ്യാം. ഉം, രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ഉം. ചെയ്യണത് എന്തും ചെയ്യാം. അത് നീതീകരിക്കപ്പെടണം. അത് സത്യോ അസത്യോ ഇല്ല, ധർമ്മോ അധർമ്മോ ഇല്ല. അതാണ് അതിന്റെ ബേസ്. അതിലേക്ക് മോഡിലേക്ക് മാറാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഭഗവാൻ അനുഗ്രഹത്താൽ ആ യാഗത്തിനെ കണക്ട് ചെയ്തിട്ടുള്ളത്. അത് ഇപ്പം സാർ പറഞ്ഞതുപോലെ ഇപ്പം ചാണക്യൻ സ്റ്റേറ്റ്മെന്റ്ഷിപ്പിൽ നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പൊ പാശ്ചാത്യരുടെ അടുത്തുണ്ടായിരുന്ന അതേപോലെ ആ ഒരു കാലഘട്ടത്തിൽ, അത് കുറച്ച് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ദ പ്രിൻസ് എന്ന് പറഞ്ഞ ബുക്കാണ് സ്റ്റേറ്റ്മെന്റ്ഷിപ്പിനെ പറഞ്ഞിരുന്നത്. പിന്നീടാണ് നമ്മൾ വീണ്ടും ചാണക്യന്റെ അർത്ഥശാസ്ത്രം കണ്ടുപിടിക്കുന്നത്. അത് പലപ്പോഴും പല ബുക്കുകളും കേട്ടിട്ടുണ്ടായിരുന്നുണ്ടെങ്കിലും ആ ഒറിജിനൽ ടെക്സ്റ്റ് നമുക്ക് കിട്ടിയിരുന്നില്ല. ഈ കഴിഞ്ഞ സെഞ്ചുറിയുടെ ഒരു തുടക്കത്തിലാണ് നമുക്ക് വീണ്ടും ഇത് കണ്ടു കിട്ടുന്നത്. പിന്നെ അത് കടിച്ചു പറയുന്നത് വെച്ചാൽ, അത് വെച്ച് നോക്കുമ്പോൾ ദ പ്രിൻസ് എല്ലാം വളരെ ചെറുതാണ്, നേഴ്സറി ലെവലേ ഉള്ളൂ. അദ്ദേഹം അത്രയും ചിന്തിച്ചിട്ടുള്ള ഒരു മഹാനായ ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യത്യാസം നമ്മുടെ ഇപ്പൊ ജിയോ പൊളിറ്റിക്സിൽ നമ്മുടെ എക്സ്റ്റേണൽ മിനിസ്ട്രിക്കും ആ ഒരു പവർ കിട്ടുന്നതായിട്ട് ഇപ്പൊ തോന്നുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ആ യാഗം നമ്മൾ നടത്തിയത്. രണ്ട് മോഡിലേക്ക് മാറാനാണ് ഭഗവാന്റെ തീരുമാനത്തിൽ. അഗ്രസീവ് മോഡ്, ചാണക്യതന്ത്രം. ഇത് രണ്ടും ഭാരതത്തിന് അത്യാവശ്യമാണ് ഈ സമയത്ത്. ഇങ്ങനെ തന്നെയാണ് ഭാരതം മുന്നോട്ട് പോകുന്നത്. എന്നാലേ ലോക ക്രമത്തില് ഒന്നാമതെത്താൻ പറ്റുള്ളൂ. അതെ, അതെ, നമ്മള് അതെ. പഴയ തത്വങ്ങൾ വകുപ്പുകളൊക്കെ മാറ്റി വെച്ചിട്ട് അതുപോലെ ഇപ്പൊ സുഭാഷ് ചന്ദ്രബോസ് അവിടെ ഡൽഹിയിൽ ഒഴിഞ്ഞു കിടന്നിരുന്നതിലേക്ക് സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടു. വളരെ നാൾ അത് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു, അതിലേക്ക് തിരിച്ചു വന്നു. എനിക്കും എപ്പോഴും തോന്നിയിരുന്നത്, ഇപ്പൊ മഹാത്മാഗാന്ധിയെക്കാളും എല്ലാം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച ആളാണ് സുഭാഷ് ചന്ദ്ര. പക്ഷെ അദ്ദേഹത്തിന് ആ വില അന്ന് കിട്ടിയില്ല, നമ്മൾ വിചാരിക്കുന്ന പോലുള്ള ആ ഒരു ഇത് കിട്ടിയിരുന്നില്ല. പക്ഷെ ഇന്നത് തിരിച്ചു വരുന്നു. തീർച്ചയായും മഹാത്മാഗാന്ധി ഉം, മഹാൻ തന്നെയാണ്. അദ്ദേഹം ഉം, നമുക്ക് രാജ്യത്തിന് ഒരു ഗൈഡ് ചെയ്തിട്ടുള്ള ഒരു വലിയ മനുഷ്യൻ, നമ്മുടെ രാഷ്ട്രപിതാവ് തന്നെയാണ്. ഉം. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ആളാണ് സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തിന്റെ ഇത് രീതി വേറെയായിരുന്നു. പക്ഷെ ആ രീതിയിലേക്ക് നമ്മള് മാറുകയാണ് ഇപ്പോ. സത്യാഗ്രഹത്തിൽ നിന്ന് കുറച്ചുകൂടി ഒരു അഗ്രസീവ് ആയിട്ട് ഒരു മോഡിലേക്ക്. ആഗ്രഹിച്ച് അത് രണ്ട് നമുക്കറിയാം. രണ്ട് വ്യക്തികൾ ഇത്ര കാലം ഒരു മോഡായിരുന്നു. അതിന് ഗിയർ മാറ്റി വേറെ മോഡിലേക്ക് മാറണം. ആ ടൈം അറിയാം.
അതെ അതെ, ശക്തി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിലും ചെറിയ ഇതില് മാറ്റങ്ങൾ. ഇപ്പൊ മാറ്റം ഈ വരും. വളരെ ശ്രദ്ധേയമാണ്. നമ്മുടെ ഇപ്പം ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പറഞ്ഞിരുന്നു, മുമ്പെല്ലാം നമ്മള് ഫസ്റ്റ് സ്ട്രൈക്ക് പോളിസി ഉണ്ടായിരുന്നില്ല നമുക്ക്. നമ്മൾ ആദ്യം മുമ്പോട്ട് ഇറങ്ങില്ലായിരുന്നു. ഇന്ന് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു തീവ്രവാദ ഒരു ഇത് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ഒരു ആക്ട് ഓഫ് വാർ ആയി കാണും എന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നു. നമ്മുടെ ഒരു പാരഡൈം ഷിഫ്റ്റ് ആണ്, നമ്മുടെ പോളിസിയിൽ തന്നെ ഒരു പാരഡൈം ഷിഫ്റ്റ് ആണ്. അല്ല, അത് തീർച്ചയായും ആവശ്യമാണ്. നമ്മളെപ്പോഴും ഒരു പ്രതിരോധമായിരുന്നു ഉം. ഇത്ര കാലം. നമ്മള് ഒരു സംഭവം ഉണ്ടാവുന്നു, നമ്മളൊരു അപലപിക്കണു, അതായത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് വേണ്ട, നമ്മൾ അങ്ങടുമില്ല ഉം. ഇങ്ങടും വരല്ലേ എന്നുള്ള ഒരു രീതിയിൽ അഡ്ജസ്റ്റ്. ഇനി ഇങ്ങട് വന്നു കഴിഞ്ഞാൽ അങ്ങട് അരട്ടടിക്കുന്നുള്ള രീതിയിലേക്ക് മാറണ്ടേ. അതാണ് ഈ അഗ്രസീവ് മോഡ്. മൊത്തം രീതികൾ മാറി. അത് അതിന്റെ കാരണം ഈ എനർജി, സുഭാഷ് ചന്ദ്രബോസിന്റെ എനർജി വന്നു തുടങ്ങി അതെ അതെ, ഭഗവാന്റെ. വളരെ വളരെ പ്രകടമായിട്ടുള്ള ഒരു മാറ്റമാണ്, സാധാരണക്കാർക്ക് അതെ പോലും അതെ. കാണാൻ പറ്റുന്ന ഒരു മാറ്റമാണ്. അതില് ഞാൻ സാറിനോട് ചോദിക്കാൻ, ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പല ഇവരെയും ഫോളോ ചെയ്യാറുണ്ട്. അത് വളരെ കൃത്യമായിട്ട് പ്രിഡിക്ട് ചെയ്യുന്ന പലരെയാണ് ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെ ഫോളോ ചെയ്യുന്നത്. അഭിജ്ഞാനന്ദ നമ്മുടെ ചാനലിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ചെറിയ പയ്യനാണ്, സാറിന് അറിയായിരിക്കുമല്ലോ ഒരു പക്ഷെ. അതെ. അപ്പം അവരെല്ലാം പറഞ്ഞത് ഇനിയിപ്പം ഭാരതത്തിന്റെ ഇതിലേക്ക് ചൊവ്വയുടെ ആധിപത്യം കടന്നു വരികയാണ്. അപ്പൊ നമ്മൾ അഗ്രസീവ്നെസ്സിനൊക്കെ എല്ലാം കൂടി വരും ഒരു പ്ലാനറ്ററി ഇതിൽ, ജ്യോതിഷത്തിന്റെ ഇതിൽ പറയുമ്പോൾ. അതുപോലെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ പല സ്ഥലങ്ങളും ഭൂമിയും തിരിച്ചു കിട്ടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് വരുന്നത്. ഇപ്പോ നമുക്ക് പോയിട്ടുള്ള പാക് ഒക്യുപ്പൈഡ് കശ്മീർ പോലുള്ള തിരിച്ചു വരുന്നതും കൂടാതെ വരും കാലങ്ങളിൽ ഒരുപക്ഷെ പല രാജ്യങ്ങൾ, ഇന്ന് രാജ്യങ്ങളായി നിൽക്കുന്ന പലരും, ഒരുപക്ഷെ ഭൂട്ടാനെ പോലുള്ള രാജ്യങ്ങളെല്ലാം ഇന്ത്യയോട് ചേരാനും സാധ്യതയുണ്ടെന്നൊക്കെ അവർ പ്രിഡിക്ട് ചെയ്യുന്നുണ്ട്. സാറിന് അതിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? അങ്ങനെ ഭൂമി വരും എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ വെക്കാൻ സംസ്കാരങ്ങൾ തിരിച്ചു വരും. ഇതിന്ന് വിട്ടുപോയ സംസ്കാരങ്ങളും ആ ജനതകളും കൂടുതൽ ആഭിമുഖ്യത്തോടു കൂടി ഭാരതത്തിനോട് ചേർന്ന് ഒരു പുതിയൊരു ലോകക്രമം. ഇപ്പൊ ചൈനക്കാരെ എപ്പോഴും പറയുന്ന ഒരു സാധനമാണ്, അവരെപ്പോഴും കത്തെഴുതുന്നത്, ഇപ്പൊ ഈ അടുത്ത കാലത്ത് പറഞ്ഞത്, ഞങ്ങള് നിങ്ങളുടെ ഈ സംസ്കാരം ഒന്നാണ്. അതുകൊണ്ട് നമുക്ക് ഡ്രാഗണും എലിഫന്റും ഡാൻസ് ആണ് അവരുടെ സ്വപ്നം എന്ന് പറയുന്നത്. ആ സംസ്കാരം കറക്റ്റാണത്. ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. അത്തരം ഒരു കൂടിച്ചേരൽ ഉണ്ടായി തന്നെ ഒരു പുതിയ ലോകക്രമം ഉയരുകയാണ്. അങ്ങനെ വിട്ടുപോയ ആൾക്കാരായിട്ട് കണക്ട് ചെയ്തിട്ട് പുതിയൊരു ലോകക്രമത്തിലേക്ക് പോവാനുള്ളതുണ്ട്. ഭൂമി വരുന്നതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ അതാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും മനസ്സിലായി. അത് എന്താ പറയുക, സംസ്കാരങ്ങളുടെ ഒരു കുറച്ചുകൂടി ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവും. അതെ, അത് ഇതൊന്ന് വിട്ടുപോയ ആൾക്കാർ വീണ്ടും ഒട്ടിച്ചേരുക എന്നുള്ളത്. അപ്പൊ അതേപോലെ ഈ യസീദുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളല്ലോ, ഇറാഖിലുള്ള യസീദ്. അവര് യാസിദ്, തെക്കുന്ന് സിദ്ധിച്ചെന്ന അർത്ഥം. അവര് മയിലിന്റെ മുകളിലേക്കാണ് മാലാക ആണ് അവരുടെ ഇത്. അത് മുരുകാനായിട്ട് ബന്ധപ്പെട്ടാണ്. കുമാരികാണ്ട കടലെടുത്ത് പോയപ്പോൾ വിട്ടുപോയതിന്റെ പിൻതലമുറക്കാരാണ് അവർ. ഈ അടുത്തൊരു പ്രസ്താവന ഇറക്കി അവർ. ഞാൻ കുറച്ചു നാൾ മുമ്പ് അവരെ പറ്റി സംസാരിക്കുമ്പോൾ അടുത്ത അഗ്നിയാഗത്തിന് അവരെ കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ ഈ ഇഗ്നിയാഗ യാഗത്തിന് താവോയിസ്റ്റ് ലീഡർമാരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ കൊണ്ടുവരുന്നു. ഈ അടുത്ത ഒരു പ്രസ്താവന ഇറക്കി, അവരുടെ സ്വപ്നം കാർത്തിക് സ്ഥാനാണെന്ന്. ആ സൈഡിൽ ആ രാജ്യം സ്ഥാപിക്കണമെന്ന്. ആ ഒരു വാക്ക് അവർ ഉപയോഗിച്ചത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം അവരറിഞ്ഞു എനർജി അവർക്ക് കിട്ടിയിട്ടുണ്ട് ഭാരതമായിട്ടുള്ളത്. ഇതേപോലെ കാര്യങ്ങൾ നമുക്ക് ഇതേപോലെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതെ അതെ, അതൊരു ഭയങ്കര അത്ഭുതകരമായിട്ട് ഒരു ഇതാണ് മുരുകസ്ഥാൻ എന്നൊരു പേര് ഉപയോഗിച്ചത് തന്നെ. കാർത്തിക് സ്ഥാൻ, അത് ആ ഒരു പേര് ഉപയോഗിച്ചതന്നെ വളരെ അത്ഭുതകരമാണ്. സാറിന് എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ യസീദികളുടെ, ഞാനത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുകയാണ്, ആ ഒരു ബന്ധം എങ്ങനെ അത് മനസ്സിലായി? അത് ഭഗവാന്റെ ഡയറക്ഷനിൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. കാരണം അവര് കുമാരികാണത്തിലുള്ള സമയത്ത് കുമാരികാണം കടലെടുത്ത് പോയപ്പോ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവച്ചതാണ് ആറുപട വീട്, ആർമി ക്യാമ്പ് തമിഴ്നാട്ടിൽ. മുമ്പ് ലോകം മുഴുവൻ ഉണ്ടായിരുന്നതാണ്. അപ്പൊ അതിന് വിട്ടുപോയ ആൾക്കാരാണ് ഇപ്പൊ അവിടെ താമസിക്കുന്നത്. അതുകൊണ്ടാണ് മയിലിന്റെ മുകളിലൊരു മാലാഖ. അത്രയാവും നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടുത്തെ ഒരു ജനതയായിട്ട് മാറിയപ്പോ അവിടുത്തെ കുറെ കാര്യങ്ങൾ ചേർന്നിരിക്കാം. പക്ഷെ അവരുടെ സംഭവത്തിൽ ഈ കണക്ഷൻ കിടക്കുന്നുണ്ട്, ആ ഒരു എനർജി കണക്ഷൻ കിടക്കുന്നുണ്ട്. കാരണം അവർ ഈ മുരുകത്തിൽ വന്ന് വീണ്ടും ടച്ച് ചെയ്യണം. ഇത്ര കാലം അവർക്ക് തോന്നാത്ത കാര്യം നമ്മൾ സംസാരിച്ചു തുടങ്ങിയ ശേഷമാണ് അവർക്ക് തോന്നുന്നത് കാർത്തിക് സ്ഥാൻ ഞങ്ങൾക്ക് വേണമെന്ന്. അപ്പൊ അവരവിടെ ആ സ്പാർക്ക് കിട്ടുകയാണ്. അവർക്ക് ഞങ്ങള് മുരുകനായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്, നമുക്ക് എന്തെങ്കിലും ആവണം. ഈ മുരുകത്തിൽ എന്തായാലും ആ കണക്ഷൻ വരും. അതേപോലെ പല ആൾക്കാരും ഉണ്ടാവും, അവരൊക്കെ തിരിച്ച് കണക്ട് ആവും. ഇപ്പൊ സാർ ഇപ്പൊ പറഞ്ഞതുപോലെ ഈ സംസ്കാരങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ് ആ ഭാഗങ്ങളിൽ ഒരുപക്ഷെ ഉണ്ടാവുന്നതായിരിക്കാം അല്ലെ? തീർച്ചയായും ഉറപ്പായിട്ടും. അതെ അതെ. സാർ അതല്ല ആറുപട വീടുകളെ പറ്റിയിട്ട് പറഞ്ഞു. ഞാൻ സാറിന്റെ വേറൊരു ഇന്റർവ്യൂവിലും സാർ അത് പറയുന്നത് കേട്ടു, ഓസ്ട്രേലിയയും എല്ലാം ഭാഗമായിരുന്ന ഇതിനെ പറ്റി പറയുന്നത് കേട്ടു. അത് ആ പഴയതും ഇനിയിപ്പോ നടക്കാൻ പോകുന്നതിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം? എനിക്ക് എന്റെ ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്.
കുമാരിയുടെ സമയത്ത് ആറുപട വീട് ലോകം മുഴുവൻ ഉണ്ടായിരുന്നു. ഒന്ന് ആസ്ട്രേലിയ ബ്ലൂ മൗണ്ടൻ ഉം, ആണ്, ഉം, ഒന്ന് ഉജ്ജയിനാണ്, ഒന്ന് റീയൂണിയൻ ആഫ്രിക്കൻ സൈഡാണ്. ഉം, ഇനി മൂന്നെണ്ണം കൂടെ എനിക്ക് അന്ന് 2019 ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഉം, പിന്നെ കുറെ കാലം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോഴാണ് അറിഞ്ഞത്. ഒന്ന് തായ്വാൻ കടലെടുക്കാണ്. അപ്പൊ ഉം, ഞാൻ അവിടേക്ക് ഒരു യാത്ര പോകാൻ പോവാണ്. സെപ്റ്റംബറിൽ ഉം, പോകണം എന്ന് ഉം, വിചാരിച്ചിരിക്കുന്നത്. ഉം, തായ്വാൻ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ അവിടെ പോയി പ്രാർത്ഥിക്കുക, എനർജി എടുക്കുക, അവിടുത്തെ എനർജി റിലീസ് ചെയ്യുമ്പോൾ അടുത്ത കാര്യങ്ങൾ ഉം, ഇതിലേക്ക് നടക്കും. ഉം, ഇതിനൊരു അനുബന്ധമായിട്ട് ഞാൻ പറഞ്ഞത്, ഈ അടുത്ത ഇപ്പൊ ഇന്ത്യ ചൈന ബന്ധത്തിനെ കുറിച്ച് പറയുമ്പോൾ ഉം, കഴിഞ്ഞ 2 കൊല്ലത്തിനുള്ളിൽ ഞാൻ ഭഗവാൻ അയച്ചിട്ടുള്ള കുറെ സ്ഥലങ്ങൾ ചൈനീസ് ബോർഡറിലേക്കാണ്. ഉം, എന്റെ ഒരു പിറന്നാൾ ദിവസം ഞാൻ എത്തിയത് ധർമ്മശാലയില്ല. ആ, ഉം, അടുത്ത പിറന്നാൾ ദിവസം ഞാൻ എത്തണത് സിക്കിമിൽ ഗാങ്ടോക്കിലാ, ഉം, ചൈനീസ് ബോർഡറിലാ. ഉം, പിന്നെ അത് കഴിഞ്ഞ് സ്പിറ്റി വാലിയിൽ പോയി, ആ, ആ, ചൈനീസ് ബോർഡറിൽ. ഈ പിറന്നാളില് March 29 ഈ പിറന്നാളില് ഞാൻ അരുണാചൽ പ്രദേശിൽ തവാങ്ങിലായിരുന്നു, ഇന്ത്യ ചൈന ഉം, ബോർഡറിലായിരുന്നു. അപ്പൊ ഈ നമ്മുടെ യിങ് യാഗത്തിന് ശേഷം ഭഗവാൻ ചൈനീസ് ബോർഡറിലേക്ക് എന്നെ തുടർച്ചയായി അയച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഇത് നടക്കണം. ഇപ്പൊ നമ്മൾ വീണ്ടും പറഞ്ഞു, നമ്മളിപ്പോ സംസാരിക്കുമ്പോ ഉം, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം അത് നടക്കണം. നടന്ന ലോകക്രമം ഇങ്ങനെ ഇരിക്കുന്ന ലോകത്തില് നേരെ തിരിച്ച് ഇപ്പുറത്തേക്ക് വെക്കണ പോലെയോ ഏഷ്യ പവർഫുൾ ആവും, പടിഞ്ഞാറെ തള്ളി ആ ലെവലിലേക്ക് മാറും. എന്നാലും പുതിയ ലോകക്രമം ഉയരണം, എന്നാലും ഇന്ത്യ പവർഫുൾ ആവും. ഉം, അപ്പൊ ആ യാത്രകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പോലെ തന്നെ ഇപ്പൊ ഇപ്പൊ ഈ ചൈനീസ് 6 പട വീട്ടിലെ ഉം, അടുത്തൊരു പടവീട ഇതാണ്, ഉം, തായ്വാനാണ്. തായ്വാനും ഉം, ചൈനീസ് ബോർഡറാ. ഉം, അവിടേക്കാണ് ഞാൻ പോണത്. അപ്പൊ അവിടെ പോയി പറയാം. പിന്നെ 2 എണ്ണം എനിക്ക് അറിയില്ല. അപ്പൊ ഈ കടലുകൾക്ക് ഉള്ളിലാണ് അത് കിടക്കുന്നത്, 6 പട വീട്. മറ്റൊക്കെ കരയിലാണെങ്കിൽ ഇത് ഉള്ളിലാണ്, ഉം, കടലിനുള്ളിൽ പോയതാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ഈ 6 പട വീട് 6 ആർമി ക്യാമ്പായിരുന്നു ഭഗവാന്റെ. ആ, അപ്പൊ 6 ആർമി ക്യാമ്പില് ഈ 6 ആർമി ക്യാമ്പിൽ നിന്ന് വെള്ളം എടുത്ത് പോയപ്പോ, കടലെടുത്ത് പോയപ്പോ അവിടുത്തെ കുടിയേറിയ ആൾക്കാര് ഇവിടെ കൊണ്ടുവച്ചതാണ് നമ്മളിപ്പോ കാണുന്ന 6 പട വീട്. ഫസ്റ്റ് സംഘകാലഘട്ടം കുമാരികണ്ടത്തിലായിരുന്നു, അതിനുശേഷമാണ് ഇവിടെ വരുന്നത്. അപ്പൊ അതിന്റെ റിപ്ലിക്കയാണ് ഇപ്പൊ നമ്മൾ കാണുന്ന ഈ ആർമി. നമ്മളപ്പോഴും അമ്പലം എന്നല്ല പറയണ, 6 പട വീട് എന്ന് പറയണ ആർമി ക്യാമ്പാണ് 6, കാരണം ദേവസേനാപതിയാണ്. ഉം, അപ്പൊ അവിടുത്തെ പടയാളികള്, ആഹ് ആ പടയാളികള് അദ്ദേഹത്തിന് ഇപ്പൊ നമ്മൾ കാണുന്ന പദയാത്ര നമ്മൾ ഉം, കാണാം, കുത്തി ദേഹത്ത് കുത്തി ഉം, കാവടിയൊക്കെ എടുത്തോണ്ട് ആ പദയാത്ര ആരംഭിക്കുന്നത് പോലും ആ പടയാളികൾ, അദ്ദേഹത്തിന്റെ പടയാളി അവരുടെ ദളപതിയെ കാണാൻ വേണ്ടി മാർച്ച് പാസ്റ്റ് ആയിട്ട് വരികയാണ്. ഉം, ആ മാർച്ച് പാസ്റ്റ് ആയിട്ട് വരുമ്പോൾ അവരൊക്കെ ദേശീയ നായകന്മാരാണ്, വീരന്മാരാണ്. അപ്പൊ അവര് എന്താ ചെയ്യുക, അങ്ങനത്തെ കളികളാണ് ചെയ്യുക. അപ്പൊ അതുകൊണ്ടാണ് ദേഹത്ത് കുത്തും വെട്ടും കുത്തും അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്ത് അവരുടെ നേതാവിനെ കാണുന്നതിന്റെ അതിന്റെ ഇപ്പോഴത്തെ രൂപമാണ് നമ്മൾ ഈ കാണിക്കുന്ന പദയാത്ര, ശൂലം കുത്തി ഇത് വരുന്നത്. അപ്പൊ ശരിക്കുള്ള ഫസ്റ്റ് മാർച്ച് പാസ്റ്റ് മുരുകുവാന്ന് തുടങ്ങിയതാണ്. ഇപ്പൊ ആർമിക്കാർ നടത്തുന്ന മാർച്ച് പാസ്റ്റ് ഫസ്റ്റ് നടന്നത് മുരുകുവാന്റെ കാലത്താണ്. അപ്പൊ ഈ 6 പട വീട് അങ്ങനെയാണ് കണക്ഷൻ വരുന്നത്. ഒരു 2 കൂടി അറിയാനുള്ളത് സമയമാവുമ്പോൾ ഭഗവാൻ കാണിച്ചു തരും അല്ലെ? കാണിച്ചു കാണും. ഇപ്പൊ 2019 ശേഷം ഇപ്പോഴാണ് എനിക്ക് അടുത്ത 4 അറിയണത്. ഇനി അദ്ദേഹം പറയുന്ന സമയത്ത് അതെ, അതെ. അറിയാൻ പറ്റും. അതില് ഇപ്പം സാർ ഇത് പറയുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഓസ്ട്രേലിയക്ക് ഒരു തമിഴ് ബന്ധമുണ്ട്. അതായത് ഇവിടെ യൂറോപ്യൻസ് എല്ലാം വളരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ തമിഴ് നാവികർ വന്നതായിട്ട് നമ്മുടെ ഇവിടുത്തെ ചരിത്രം പറയുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഇവിടുത്തെ അബോറിജിനൽസിന്റെ DNA ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്യുന്ന സൗത്ത് ഇന്ത്യൻസുമായിട്ടാണ്. അവര് ഭസ്മൊക്കെ പൂശിയിട്ട് ആ, നടക്കുന്നത് നടക്കും. പിന്നെ അവര് വാക്കുകളിൽ തമിഴ് വാക്കായിട്ട് ബന്ധപ്പെട്ട ആ 3, അവർ സ്പെല്ലിങ് വേറെ ആയിരിക്കാം, ആ 3 3 സിസ്റ്റേഴ്സ് ഇല്ലേ ബ്ലൂ ഉവ്വ്, മൗണ്ടൻ, അതിന് അതെ. വിമല എന്നൊക്കെ അല്ലേ പേര്. അവരുടെ ഭാഷയിൽ അതിനോട് എന്തോ യോജിക്കുന്ന ഒരു പേരാണുള്ളത്. ആ, അല്ലെ? അപ്പൊ ആ ഒരു പിന്നീടില്ല, ആ റെയിൽവേ സ്റ്റേഷൻ ഒരു പരമട്ട, പനമ്പറ്റ പരമട്ട. പനമട്ട, ആ, ആ. അങ്ങനെ കുറെ വാക്കുകൾ നമ്മൾ ആ തമിഴായിട്ട് ഒരു കണക്ട് ഒരു ചെയ്യണ സാമ്യം തോന്നുന്നുണ്ട്. നമുക്കത് തോന്നുന്നു. അങ്ങനെ അങ്ങോട്ട് പറയാൻ വയ്യ. നമ്മൾ ഇപ്പൊ ഇവിടുത്തെ ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിലും അവർ അങ്ങനെ അങ്ങോട്ട് എക്സ്പോസ് ചെയ്തിട്ടില്ല. ഈ മുമ്പുള്ള അത് ഹിസ്റ്ററികളായിട്ട് എന്തുകൊണ്ട് എന്നുള്ളത് അത്ര അത് എക്സ്പോസ് ചെയ്തിട്ടില്ല. അതിപ്പോ ഇവര് വന്ന് താമസിക്കുന്ന അവർക്ക് ഉണ്ടാവുന്ന ഞാൻ മനസ്സിലാക്കിയത് ഉം. ബ്രിട്ടൻ എന്നൊക്കെ കയറ്റിവിട്ട എന്തൊക്കെ കുറ്റങ്ങൾ ചെയ്ത് അങ്ങനത്തെ ആൾക്കാരാണ് അവരുടെ എന്നൊക്കെ കേട്ടില്ല. ശരിയാണോ ഇവിടെ നോക്കിയത്. കൺവിറ്റ്സ് ആണ് ആദ്യം വന്നത്. ഇതൊരു കൺവിറ്റ് ആ കോളനി ആയിരുന്നു. അങ്ങനെ ആ അവിടുന്ന് കയറ്റിവിട്ട ആൾക്കാരാണ് ആദ്യം ഇവിടെ വന്നത്. കൺവിറ്റ് കോളനി ആയിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അബോറിജിനൽസ് ഉണ്ടായിരുന്നു ഇവിടെ. അവരത്ര വലിയൊരു അക്രമകാരികളായിട്ടൊരു അബോറിജിനൽസ് ആയിരുന്നില്ല. ന്യൂസിലൻഡിലൊക്കെ അങ്ങനെയായിരുന്നു, പക്ഷെ ഇവിടെ ആയിരുന്നില്ല. പിന്നെ പിന്നെ ഇവര് വലിയ കോളനിയായി മാറുകയാണ് ചെയ്തത്. പക്ഷെ അതിനു മുമ്പേ തന്നെ ഇവിടെ നാവികര്, നമ്മുടെ തമിഴ് നാവികരൊക്കെ മുമ്പ് വന്നിട്ടുള്ളതായിട്ടാണ് പറയുന്നത്. അതിലൊരു മണി ഇവിടെ കിട്ടിയതായിട്ടൊക്കെ വായിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് അവരുടെ സംസ്കാരങ്ങളുമായിട്ട് ബന്ധം കാണുന്നുണ്ട് നമ്മൾ ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ.
ലയൺ ഐലൻഡ് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അത് ഉം, അവിടുന്ന് ഞാൻ അവിടെ കോളിൻഹേറ്ററെ കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു ഇവിടുന്ന് പോയ ആൾക്കാരാണ്. ഉം. അദ്ദേഹം പറഞ്ഞ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഇവിടെ താമസിച്ചത്. ഇവിടെ പ്രളയം എടുത്തപ്പോൾ ഇവിടുന്ന് പോയിട്ടാണ് ഈജിപ്തിൽ പോയിട്ട് അത് നിർമ്മിച്ചിരിക്കണത് എന്ന് അദ്ദേഹത്തിന് ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സാധനം കിടക്കുന്നുണ്ട് ആസ്ട്രേലിയ. അതെ അതെ. സാറ് ബ്ലൂ മൗണ്ടൻസിൽ വന്നിരുന്നോ? വന്നിരുന്നു. ലയൺ അതെ, ഐലൻഡിൽ വന്നിരുന്നു. വന്നു. അതെ അതെ, ആ ഒരു എനർജി ഫീൽ തീർച്ചയായിട്ടും. ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അതെ അതെ അതെ, അത് അത്ഭുതമാണ് സാർ. അത് പറയുമ്പോൾ ഞാൻ ഈ ഒരു കണക്ഷൻ അത് ഞാൻ ഓർത്തു. അവരുടെ DNA ആയിട്ടും നമുക്ക് ഒരു സാമ്യം വന്നത്, കടലിന്റെ ഇത്രയും ദൂരത്ത് കിടക്കുന്ന ഒരു സ്ഥലമായിട്ട് പോലും ആ ഒരു സാമ്യം അത് വന്നത് ഒരു വലിയൊരു ഇതാണ്. നമുക്ക് ആ ഒരു അഭേദ്യമായിട്ടൊരു ബന്ധമാണ് ഇപ്പോഴും അങ്ങനെ കിടക്കുന്നത്. ആ, തീർച്ചയായിട്ടും. സാർ അതിലെ കടലിനെ പറ്റി പറയുമ്പോൾ കടലിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇനിയും വരാനുണ്ട് എന്ന് കഴിഞ്ഞൊരു ഇതിൽ പറയുന്നത് കേട്ടോ. കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തൊന്ന് പറയാമോ? പറയാവുന്നിടത്തോളം. ആ, ഒന്ന് നമ്മള് കുമാരിക്കാടത്തിന് കടലെടുക്കുന്നത് നമുക്ക് ഇനിയും നിധികൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഉം, കാരണം അത് കുമാരികടം താഴ്ന്നു പോയതാണ്. അപ്പൊ അവിടുന്ന് ഇപ്പൊ കൊബാൾട്ടിന്റെ ശേഖരം കിട്ടിയ പോലെ ഉം, ആ സംഭവങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ രണ്ട്, നമ്മള് ഏലിയൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ്. ഉം, കാരണം കുമാരികാണത്തിന് ജനങ്ങൾ തിരിച്ചു വരണ ഒരു ടൈമായി. ഉം, അവരാ തിരിച്ചു വരുന്ന ടൈം ആയി തുടങ്ങുമ്പോ നമുക്ക് എങ്ങനെയാ വെച്ചാൽ ഒരുപാട് നമ്മൾ ഏലിയൻസിനെ കുറിച്ച് വാർത്തകൾ കേൾക്കും. കേട്ട് കേട്ട് അതൊരു മനസ്സിന് സ്വീകരിക്കുന്ന ടൈമിൽ അവർ എത്തിച്ചേരും. അങ്ങനെ ഒരു ടൈം ആയി തുടങ്ങി. ഇത് പറഞ്ഞ ശേഷം നമുക്ക് പറയാം തുടർച്ചയായിട്ട് ഏലിയൻസിന്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ഈ അടുത്ത് വരെ നവംബറിൽ ഇപ്പൊ വാൽനക്ഷത്രം വരുന്നത് ഏലിയൻസ് സ്ട്രിപ്പാന്ന് പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇതൊരു ടൈമായി, അവര് വരേണ്ട ടൈമായി, അവര് തിരിച്ച് വരും. അവര് തിരിച്ചു വരുമ്പോ മുരുകയുഗം ആരംഭിക്കുമ്പോൾ അവർ വരുള്ളൂ. അവർക്ക് അടയാളം കിട്ടി അത് തിരിച്ചു വരികയാണ്. അപ്പൊ ആ തിരിച്ചു വരുമ്പോ നമ്മൾ ഏലിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലത്തെ ഏലിയൻ ആണെന്ന് വിചാരിക്കണ്ട. ടോട്ടൽ അതെ അതെ. അത് അമേരിക്കക്കാരുണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. ഉം, എന്നിട്ട് അവര് നമ്മളെ രക്ഷിക്കണ പോലെ കഥകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ടോട്ടൽ വിട്ടിട്ട് നമ്മൾക്കുണ്ടല്ലോ, നമുക്ക് മുമ്പ് പറയണ്ടായിരുന്നു വേറെ ലോകത്ത് ഗന്ധർവന്മാര് വരുന്നു, ഉം, അവര് ഏലിയൻസ് ആണ്. ഉം, നമുക്ക് പല ഡൈമെൻഷനുകൾ നമുക്കും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഉം, അപ്പൊ അതിന്റെ മൂച്ചുകുന്ത ചക്രവർത്തിയിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹം സ്വർഗത്തിൽ പോയിട്ട് ഇന്ദ്രനെ സഹായിച്ച് തിരിച്ചു വരുമ്പോഴേക്കും ഭൂമിയിലെ ടൈമൊക്കെ മാറിയതിന്റെ കഥയുണ്ട്. ഉം, ഉം. അത് ഞാൻ ഇന്റർസ്റ്റെല്ലർ സിനിമയിൽ കാണിക്കണത് സയൻസ് കണക്ട് ചെയ്തിട്ട്. അപ്പൊ നമ്മൾ എത്രയോ നൂറ്റാണ്ട് മുമ്പ് ഈ ടൈമിന്റെ ഡയലേഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പൊ പക്ഷെ നമ്മളതൊന്നും പഠിച്ചിട്ടില്ല, വിട്ടുപോയി. ഉം. നമ്മളുടെ കാര്യങ്ങളൊക്കെ. പക്ഷെ അതൊക്കെ സത്യമായിട്ട് നമ്മുടെ മുമ്പിൽ ഇപ്പൊ വരികയാണ്, കാണിച്ചു തരികയാണ്. അപ്പൊ അങ്ങനെ വരുന്ന ടൈമിൽ ഏലിയൻസ് ഈ വേറെ ഡയമെൻഷൻ ആയിട്ടും വേറെ വേം ഹോൾ, ആ വേം ഹോൾ കൂടെ കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ആയിട്ട് കടലിൽ ഭയങ്കര ബന്ധമുണ്ട്. കടലിന്റെ അടിഭാഗം ഇതൊക്കെ ആയിട്ട് ഭയങ്കര കണക്ട്. അപ്പൊ അത്തരം ന്യൂസുകൾ ഇനി വരാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ട്രിങ്കോമാലി, ശ്രീലങ്ക അങ്ങനത്തെ ഏരിയയിലും അതിലൊക്കെ ആയിട്ട്. അപ്പൊ അതും ഭയങ്കരമായിട്ട് കടലായിട്ട് സ്പേസുമായിട്ടും ഏലിയന്റെ കണക്ഷനിൽ കടലിൽ വളരെ ഇമ്പോർട്ടന്റ് റോള് ഇനി ഉണ്ടാവും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിൽ ഒരുപാട് ബന്ധം കിടക്കുന്നുണ്ട്. നമ്മളാണെങ്കിലും അത് കടല്. ഇപ്പൊ നമ്മൾ ഇനി അങ്ങനത്തെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കും. അതെ അതെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഉറപ്പായിട്ടും ഇവിടുന്ന് ഒരു ന്യൂസ് നമുക്ക് കിട്ടും അതെ. കടന്നു. സാർ ഇപ്പൊ ഏലിയൻസിനെ പറ്റി പറഞ്ഞു. സാർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഇത് നമ്മളിപ്പം സിനിമകളിൽ കാണുന്ന അല്ലെങ്കിൽ അമേരിക്കക്കാർ പറയുന്നത് പോലത്തെ ഏലിയൻസ് അല്ല, അങ്ങനത്തെ അല്ല എന്ന് പറഞ്ഞു. നമ്മുടെ ഇടയിൽ തന്നെ ഇപ്പോഴും ഇപ്പൊ ഉണ്ടോ ഏലിയൻസ്? അങ്ങനെ ഉണ്ടോ? നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടോ? നമ്മൾ ഞാൻ ഇതൊക്കെ സംസാരിച്ച ശേഷം അത്രയും പഠനങ്ങളൊക്കെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലത്തെ ആൾക്കാർ ഉം, ഇട്ടുണ്ടായിരുന്നു ഉം, ഇതിനുള്ളിൽ താമസിക്കുന്നത്. നമുക്കും സാധ്യതയുണ്ട്, കണക്ട് ചെയ്യണ ആൾക്കാര് ഉം, നമ്മുടെ ഉള്ളിലും ഉണ്ടാവാം. പക്ഷെ അത് കൂടുതൽ എനിക്ക് കാരണം എനിക്ക് വേറെ ഡയമെൻഷനിലായിട്ട് കണക്ട് ചെയ്ത ശേഷം ഉം, ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. ഉം, ഫോർത്ത് ഡയമെൻഷനിൽ കണക്ട് ചെയ്താലേ നമുക്ക് ഇവരൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഉം, പക്ഷെ ആ ഫിസിക്കൽ ബോഡിയിൽ മെഡിറ്റേഷനും നടക്കും, ഉം, ഉറങ്ങുമ്പോൾ നടക്കും. ഉം, പക്ഷേ ഫിസിക്കൽ ബോഡിയിൽ എളുപ്പമല്ല. കാരണം ഉം, നമ്മുടെ ബോഡി 3 ഡയമെൻഷന് വേണ്ടിയിട്ട് റെഡി ഉം, ആക്കിയിട്ടുള്ളതാണ്. ഉം, ഉം, ഇതിന്ന് ഫോർത്ത് ഡയമെൻഷൻ കണക്കാക്കണമെങ്കിൽ മനുഷ്യൻ ഏകദേശം മരണാവസ്ഥയിൽ എത്ര പോലെ എത്തിയാലാ ഉം, എത്തുള്ളൂ. ഉം, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഉം. പക്ഷെ അങ്ങനെ ഒരു സമയത്ത് എത്തിയ ശേഷം എനിക്ക് ചില ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമ്മുടെ ചരിത്രത്തിൽ വന്നിട്ടുള്ള ആൾക്കാരാണ്. അവർ വേറെ ഡയമെൻഷൻ വിവരങ്ങൾ തരുന്നു. അങ്ങനെയാണ് നമ്മുടെ ഭവസായിട്ട് മുന്നോട്ട് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങ് ചോദിച്ച പോലെ എനിക്ക് അനുഭവമില്ല, സാധ്യതയുണ്ട്. ഉണ്ടാവാം അല്ലെ? തീർച്ചയായിട്ടും. അല്ല, ഇപ്പൊ സാറ് പറയുന്നത് ഇപ്പൊ എനിക്ക് അനുഭവമില്ല, ഇതുവരെ അനുഭവമില്ല. ആ, അല്ല, സാറ് പറയുന്നത് പലതും ഈ പറയുന്നത് നമ്മൾ മറ്റുള്ള പല മീഡിയത്തിലൂടെ നമ്മൾ ഇതിൽ അറിയുന്ന കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരുപാട് പോസിബിലിറ്റീസ് അത് തുറക്കുന്നുണ്ട്. ഒരുപാട് പോസിബിലിറ്റീസ് അതെ തുറക്കുന്നുണ്ട് അതെ. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ഞാനത് ഞാനിത് പഠിച്ചിട്ട് പറയണതല്ലല്ലോ. ആ, ഞാൻ എന്താ പറയാ, ഭഗവാൻ പറഞ്ഞു തരുന്ന അനുഭവങ്ങളിലൂടെ ഉം, കിട്ടുന്നതാണല്ലോ. അതെ. അപ്പൊ ആ കിട്ടണ അനുഭവങ്ങളാണ് ഞാൻ പറയണത്. ഉം, അപ്പൊ അത് പക്ഷെ ഭഗവാൻ തീരുമാനിച്ചുകൊണ്ട് നടക്കണു.
അതെ അതെ അതെ. അതിന്റെ അല്ല, ബേസ്. സാർ ഇത് പറയുന്ന സമയത്ത് ഇത് എങ്ങനെ സംഭവിക്കുന്നു പലർക്കും ഒരുപക്ഷെ തിരിച്ചറിയാറുണ്ടായിരുന്നില്ല. ഇപ്പൊ രൂപയെ പറ്റി പറഞ്ഞതാണെന്നുണ്ടെങ്കിലും ശരി, നമ്മുടെ അതെ. മുരുകസേനയുടെ കാര്യം പറഞ്ഞാണെങ്കിലും ഇത് എങ്ങനെ സാധിക്കുന്നൊന്നും പറയണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നമ്മൾ പറയുമ്പോൾ ഓ, സാറ് പറഞ്ഞത് ഏതാണ്ട് അതേപോലെ തന്നെയാണല്ലോ എന്നിപ്പോ തോന്നിപ്പോകും. ആഹാ. അതെ, അതാണ് ആ ഒരു പവർ ഇതാവണത്. അതെ. മറ്റൊരു കാര്യം, ഇപ്പൊ ഞാൻ പല പ്രഡിക്ഷനുകളെ പറ്റിയിട്ട് ഞാൻ ചോദിക്കുന്നതില് ഈ പതിറ്റാണ്ടിന്റെ അവസാനം 2030 ആ സമയത്തോട് അടുക്കുന്ന സമയത്ത് വലിയൊരു യുദ്ധം ഉണ്ടാവുമെന്ന് പല ജ്യോതിഷികളും പ്രവചിക്കുന്നുണ്ട്. ആ യുദ്ധത്തിൽ ഭാരതം ലീഡ് ചെയ്യുന്നു. ആ യുദ്ധം തീരുന്നതോടുകൂടി, അതായത് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ സമയത്ത് ഇംഗ്ലണ്ട് എങ്ങനെയാണോ, അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം എങ്ങനെയാണോ ഒരു രണ്ടാം നിര ആ, ആ, ലോകശക്തിയായിട്ട് മാറി യു എസും റഷ്യയും മുമ്പോട്ട് വന്നത്, അതുപോലെ ഇന്ത്യ മുമ്പോട്ട് വരും എന്നൊരു പ്രൊഡിക്ഷൻ ഉണ്ട്. അത് അതിനെ പറ്റിയിട്ട് സാറിന് അറിയാം, അല്ലെങ്കിൽ അതിനെ പറ്റി ഒരു അഭിപ്രായമുണ്ടോ? എനിക്ക് ഇന്ത്യ മുന്നോട്ട് വരും, അത് ഉറപ്പാണ്, ഉം, സംശയമൊന്നുമില്ല. അങ്ങനെ വേൾഡ് പവർഫുൾ ആണ്. ഉം, നമ്മളിപ്പോ പല രാജ്യങ്ങളിലേക്ക് ആൾക്കാർ കുടിയേറുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഉം, നാട്ടിലെ ഉം, വേറെ രാജ്യങ്ങൾക്ക് ജോലി അന്വേഷിച്ചു അതൊക്കെ നിൽക്കും. ഉം, 35 ആകുമ്പോഴേക്കും അവിടുന്ന് ഇങ്ങോട്ട് ജോലി അന്വേഷിച്ച് വരുന്ന ലെവലിലേക്ക് മാറും. നമുക്ക് അവിടെ ഇവിടുന്ന് അങ്ങോട്ട് പോണതൊക്കെ ഒരു 3-4 കൊല്ലത്തിനുള്ളിൽ മെല്ലെ സ്റ്റോപ്പ് ആയി തുടങ്ങും. കാരണം അവിടെ ജോലി കിട്ടാണ്ടാവും. ഉം, അവരുടെ ഫിനാൻഷ്യൽ കുറയും. ഉം, അവർക്ക് സോഴ്സ് കൊടുക്കാൻ പറ്റാണ്ടാവും. ഓട്ടോമാറ്റിക്കായിട്ട് അവിടേക്ക് ഇരുന്ന് നിൽക്കും. പക്ഷെ ഇവിടെ കയറി വന്നിട്ട് ഇവിടെ തൊഴിലവസരങ്ങളും ഇന്ത്യൻ കമ്പനികളുടെ ആളായിട്ട് ഇപ്പൊ പോണത് എങ്ങനെയാ, വേറെ കമ്പനികളുടെ ആളായിട്ട് അവിടെ ജോലിക്കാണ് പോണത്. മറിച്ച് ഇവിടെ ഇന്ത്യൻ കമ്പനികളുടെ ആളുകളായിട്ട് വേറെ സ്ഥലത്ത് പോയി ജോലി ചെയ്യും. ഉം. ഇപ്പൊ അമേരിക്കക്കാരൊക്കെ അങ്ങനെയാണല്ലോ യാത്ര ചെയ്യുന്നത്. അവർ വേറെ കമ്പനിയായിട്ട് അവരുടെ കമ്പനിയുടെ ആളുകളായിട്ട് യാത്ര ചെയ്യാൻ പോയി ഇന്ത്യൻ കമ്പനിയുടെ ആളുകളായിട്ട് യാത്ര ചെയ്യും. അല്ലാണ്ട് കുടിയേറ്റൊക്കെ നിൽക്കും. നമ്മുടെ കമ്പനി നമ്മുടെ അടുത്തേക്ക് ജോലി അന്വേഷിച്ച ലെവലിലേക്ക് ബാക്കിയൊക്കെ മാറും. പക്ഷെ അതിലൊരു ഞാൻ പറഞ്ഞില്ല, അടുത്ത മെയ് ഫസ്റ്റിന്റെ ഉള്ളിലാണ് എന്തെങ്കിലും ഉണ്ടാവുക. അപ്പൊ അതിനുശേഷം യുദ്ധം, അങ്ങനെ വലിയൊരു യുദ്ധം വരാനുള്ള സാധ്യത കുറവാണ്. കുറവാണ്. സാർ ഇപ്പൊ പറഞ്ഞത് വളരെ ഇതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ അനുഭവത്തിൽ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ, അതായത് യു എസിൽ സെറ്റിൽ ചെയ്ത ആൾക്കാരെല്ലാം തിരിച്ച് ഇന്ത്യയിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഓസ്ട്രേലിയയിൽ നിന്ന് തിരിച്ചു പോക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു തുടക്കം തുടങ്ങി കഴിഞ്ഞു. അതെ. തീർച്ചയായും അത് നടക്കും. 35 ആകുമ്പോഴേക്ക് ഇങ്ങോട്ട് വന്നു തുടങ്ങും. 30 ആകുമ്പോഴേക്ക് 3-4 കൊല്ലത്തിനുള്ളിലേക്ക് അത് ഉം, ഒഴുക്ക് അങ്ങോട്ടുള്ളത് നിൽക്കും. ഉം. പിന്നെ നമ്മുടെ ആൾക്കാരായിട്ട് കമ്പനിയുടെ ആൾക്കാരായിട്ട് പോണതാവും. അടുത്തൊരു 3-4 കൊല്ലത്തിനുള്ളിൽ ഇങ്ങോട്ട് തിരിച്ച് ഉം. ജോലി അന്വേഷിച്ച് വന്ന ലെവലിലേക്ക് അത് എത്തുന്നത്. അതെ. ഞാൻ കുറച്ചൊരു രാഷ്ട്രീയപരമായ ചോദ്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനത് ചോദിക്കുന്നില്ല. സാർ മുമ്പ് അത് പറഞ്ഞതുകൊണ്ട് ഞാനത് ചോദിക്കുന്നില്ല. അതേപോലെ തന്നെ മറ്റൊരു ഒരു പ്രൊഡിക്ഷൻ ജനറലി ഇപ്പൊ പറയുന്നത്, നമ്മുടെ ഇപ്പൊ ചൈന പോലുള്ള രാജ്യങ്ങളെല്ലാം വിഘടിച്ചു പോകും എന്നൊരു പ്രൊഡിക്ഷൻ ഉണ്ട്. 5ആയി വെടിക്കുന്നൊക്കെ പറയുന്നവരുണ്ട്. അതായത് തിബറ്റ് പോലുള്ള ഭാഗങ്ങളൊക്കെ ഒരു ഇതിലേക്ക് വരും. അവരുടെ മുകളിലുള്ള ഇപ്പം ഭാഗങ്ങളൊക്കെ വേറെ, അങ്ങനെ 5 പീസുകളായി മാറും എന്നൊരു പ്രൊഡിക്ഷൻ നിലവിൽ ഉണ്ട്. ഇപ്പം അതേപോലെ ചേർത്ത് പറയുന്നതാണ്, ഇപ്പൊ തിബറ്റ് ഒരുപക്ഷെ ഇന്ത്യയോട് ചേർന്നേക്കാം. അതായത് കൈലാസം എല്ലാം വീണ്ടും ഇന്ത്യയുടെ ഭാഗമായി മാറിയേക്കാമെന്നൊക്കെയുള്ള ഒരു ഇതുണ്ട്. ഇപ്പൊ സാർ ഇപ്പൊ പറഞ്ഞതുപോലെ ഈ സംസ്കാരങ്ങൾ ഉയർന്നു വരുമ്പോൾ ഉണ്ടാവാവുന്ന ഒരു മാറ്റമാണോ അത്? അങ്ങനെ ഇപ്പൊ എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ പറയാറില്ല. എനിക്ക് അറിയില്ല, മെസ്സേജ് ഉം, 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 കിട്ടിയിട്ടില്ല. ഉം. മറിച്ച് ഇന്ത്യ ചൈന ബന്ധം അത് ഞാൻ അന്നോട്ടേ തീർച്ചയായിട്ടും. പറയണതാണ്. ഉം. പക്ഷെ മറ്റേത് ഇങ്ങനെ ചൈന വീടിക്കണതും ആ കാര്യത്തിനെ കുറിച്ച് ഇപ്പൊ എനിക്കറിയില്ല. അതെ മെസ്സേജ് അതെ. കിട്ടിയാൽ തീർച്ചയായും പറയും. അതെ, അത് ഇപ്പൊ ഞാനിപ്പോ പറയുന്നത് പല ജ്യോതിഷികളും പറഞ്ഞതാണ്. അവര് ഓക്കെ. സാറിപ്പോ സംസാരിക്കുന്ന പോലെ അല്ലല്ലോ അവര് ആ സംസാരിക്കുന്നത്. ആ, അതിന്റെ ഓക്കെ വ്യത്യാസം ഓക്കെ. എന്റെ സംശയങ്ങൾ ഞാൻ ചോദിക്കുന്നു എന്ന് മാത്രം. തീർച്ചയായും തീർച്ചയായും തീർച്ചയായും. അല്ല, എനിക്ക് കിട്ടണ കാര്യമല്ല എനിക്ക് പറയാൻ പറ്റില്ല, തീർച്ചയായിട്ടും അതാണ്. തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും കയ്യിൽ നിന്നിട്ട് മനസ്സിലാക്കണം. കയ്യിൽ നിന്നിട്ട് പറയാൻ പറ്റില്ല. ഇല്ല ഇല്ല ഇല്ല. അല്ല, ഞാനിപ്പം അവരിപ്പോ പറയുന്നതിനേക്കാളും ഒരുപക്ഷെ ഞാൻ കൂടുതൽ സാറിന്റെ വാക്കുകളിലാണ് കുറച്ചുകൂടി ഞാൻ അതിൽ ഒരു വിശ്വാസം വയ്ക്കണത്. അപ്പൊ അത് ഇപ്പൊ സാറിപ്പോ പറഞ്ഞത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഒരു 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 തെളിവും. കാരണം എനിക്കറിയാത്തത് ഞാൻ പറയില്ല എന്ന് പറഞ്ഞതാണ് അതിന്റെ ഒരു വലിയൊരു തെളിവും. അത് നമ്മളിപ്പോ മുമ്പിൽ കാണുന്ന കൈലാസം എല്ലാം തിരിച്ചും ഇന്ത്യയുടെ ഭാഗമാവുകയാണെന്നൊക്കെ സ്വപ്നം ഇപ്പൊ എല്ലാ ഇന്ത്യക്കാർക്കും തീർച്ചയായും ഉണ്ടാവും. തീർച്ചയായും എല്ലാവരും തീർച്ചയായും ഉറപ്പായിട്ടുണ്ടാവും. അതെ നടന്ന അതെ നല്ലത് എന്നുള്ള ലെവലില് അതെ. ആഗ്രഹം ഉണ്ടാവും. ഇപ്പൊ കേരളത്തെ പറ്റിയിട്ട്, ഇപ്പൊ കേരളം ഈ പറയുന്നത് പോലെ ഇപ്പൊ മുരുകന്റെ ഒരു ഇമ്പോർട്ടൻസ് ആക്ച്വലി ഒരു പക്ഷേ തമിഴ്നാടിന്റെ അത്രയും ഇല്ലാത്തൊരു പ്രദേശമാണ്. അത് കേരളത്തിലേക്കും ഉണ്ടായി നമുക്കും ആ ഒരു ഇതിലേക്ക്, ആ ഒരു സംസ്കാരത്തിലേക്ക് കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവുമോ? എന്താണ് സാറിന് തോന്നുന്നത്? ഇപ്പൊ തീർച്ചയായും ഇപ്പൊ നമ്മളൊക്കെ സംസാരിച്ചു തുടങ്ങി കേരളത്തിൽ വലിയൊരു വേവ് തന്നെയുണ്ട്, ഉം. മുരുകന്റെ വേവ് അതെ അതെ തന്നെയുണ്ട്. അതെ. ഉം. കാരണം അത്രയധികം ആൾക്കാർ ഫോളോവേഴ്സ് നമുക്ക് എല്ലാവർക്കും കിട്ടിയൊരു സ്വീകാര്യത ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഭഗവത് കഴിച്ച് വലിയൊരു സ്വീകാര്യത കേരളത്തിൽ കിട്ടി. അത് ഉം. ഭഗവാന്റെ അനുഗ്രഹമാണ്.
ആ ഒരു വേവ് നമുക്ക് കാണാനുണ്ട്. അത് മാത്രമല്ല, അതുകൊണ്ടാണ് നമ്മുടെ ഇപ്പൊ ഓൺലൈൻ ചാനലുകൾ നോക്കിയോളൂ, മുരുകവാനെ കുറിച്ചിട്ടുള്ള പല പല ഇത് വഴിക്ക് വഴിക്ക് അവര് ഇടുന്നത്, അതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ, അതിനെ കുറിച്ചിട്ടുള്ള സ്കന്ദപുരാണത്തിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ മന്ത്രങ്ങൾ, അങ്ങനെ എല്ലാ ഓൺലൈൻ ചാനലുകൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ കാണുമ്പോൾ അതിന് വ്യൂവേഴ്സ് ഉള്ളതുകൊണ്ടാണ്. ഉം. അതുകൊണ്ടാണല്ലോ അവർ ഇടുന്നത്. അപ്പൊ അവർ അതെ. വലിയൊരു സ്വീകാര്യത, അതുകൊണ്ട് ഭാഗമാണ് ഇപ്പൊ മുരുക സമ്മേളനം തിരുവനന്തപുരത്ത് നടത്താൻ അവര് തീരുമാനിക്കുന്നത്. ആ ഒരു വലിയൊരു സ്വീകാര്യത കണ്ടിട്ടാണ്, ഒരു വലിയൊരു വേവ്സ് ഉണ്ട്. ഓൾറെഡി നമ്മുടെ ശ്രീനാരായണ ഗുരുദേവന്റെ, അദ്ദേഹം ഒരു മുരുകഭക്തനായിരുന്നു, അതെ. അതെ. ചട്ടമ്പി ഉം. സ്വാമിയുടെ മുരുകഭക്തനായിരുന്നു. ഉം. ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ചിട്ടുള്ള അമ്പലങ്ങൾ കൂടുതലും മുരുകക്ഷേത്രങ്ങളാണ്. ഉം. അപ്പൊ അദ്ദേഹം മുരുകനെ കുറിച്ചിട്ടുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വേവ്സ് എന്തായാലും അന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഉം. വീണ്ടും അത് ഭയങ്കരമായിട്ട് കയറി വരുന്നുണ്ട് കേരളത്തില്. തീർച്ചയായിട്ടും ഒരു അറിയാൻ കാലത്ത്, പറ്റുന്നുണ്ട്. അതെ, ഒരു കാലത്ത് ഈ പറഞ്ഞ നമുക്ക് പല വീടുകളിലും കാവടിയൊക്കെ വെച്ച് പൂജിക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ കേരളത്തിലുണ്ടായിരുന്നു. അതെ അതെ അതെ. ഇപ്പൊ ആൾക്കാർ അതിലേക്കൊക്കെ തിരിച്ചു പോകുന്നുണ്ട്. അതായത് അങ്ങനെ ഒരു തീർച്ചയായിട്ടും. സംസ്കാരത്തിലേക്കൊക്കെ തിരിച്ചു വരാനായിട്ടും അതിന്റെ വ്യത്യാസങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഞാൻ ഇപ്പൊ എന്റെ ഫാമിലിയൊക്കെ വെച്ചിട്ട് തന്നെ കാണുന്നുണ്ട്. ഇപ്പൊ എന്റെ ഫാമിലികളിലും പലരും ഇപ്പൊ മറ്റേ പഴനിയിലേക്കൊക്കെ സ്ഥിരമായിട്ട് യാത്ര പോവുകയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ വ്യത്യാസം ഇപ്പൊ സാർ പറയുന്നത് ഞാൻ കാണുന്നു. ഇപ്പൊ ഭയങ്കര വേവ്സ് ആരംഭിച്ചിട്ടുണ്ട് കേരളത്തില് വ്യവസായിച്ചിട്ട്. തീർച്ചയായിട്ടും. സാർ ഇപ്പൊ വിചാരിക്കുന്ന നമ്മളിപ്പോ ഈ ഒരു ടൈം ലൈനിനെ പറ്റിയിട്ട് സാറിന് അറിയാമോ? ഇപ്പൊ സാർ ഇപ്പൊ പറയുന്നില്ലേ, നമ്മളിപ്പോ ഈ ഒരു ലീഡിങ് പൊസിഷനിലേക്ക് വരുന്നതും നമ്മളിപ്പോ സാർ ഇപ്പൊ പറഞ്ഞ ആ ഒരു മുരുകയുഗത്തിന്റെ ആ ഒരു മൂർധന്യത്തിലേക്കൊക്കെ വരുന്ന ഒരു ടൈം ലൈനിനെ പറ്റിയിട്ട് സാറിന് അറിയാമോ? ഇപ്പഴാണ് നമ്മൾ 2013 ആക്ച്വൽ എർത്തില്, 2020 ഫിസിക്കൽ എർത്തില് ഒരു ഉം. 1500 കൊല്ലം നിൽക്കുന്ന ഒരു മുരുകയുഗത്തിന്റെ തുടക്കത്തിലാണ് നമ്മള്. അത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ്. ലെങ്തിയാണ്. അപ്പൊ ആ തുടക്കത്തിൽ നിന്ന് ഉം. പവർഫുൾ ഒരു പൊസിഷൻ നമുക്ക് ഉം. ആയി തുടങ്ങി. ഭാരതം ഒരു സൂപ്പർ പവറിലേക്ക് പോയി. ഉം. അപ്പൊ അതിങ്ങനെ കയറി കയറി വരും. ടോപ്പ് ലെവലിലേക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ഉം. നടക്കും. മൊത്തം ലോകത്തിലൊരു ചേഞ്ച് ഉണ്ടാവും. ഒരു പുതിയൊരു രീതിയാവും. ആ അത് നമുക്ക് അത്ഭുതകരമായ ഒരു ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ നടക്കും. അതിന്റെ റിസൾട്ട് കിട്ടും. വേറെ ഗ്രഹങ്ങളായിട്ട്, പ്ലാനറ്റുകളായിട്ടുള്ള കണക്ഷൻ ഉണ്ടാവും. വേറെ ഡയമെൻഷനിലൂടെ സഞ്ചരി, അങ്ങനെ ഒരു വല്ലാത്തൊരു ലെവലിലേക്ക് ഇത് കയറി കയറി പോകുന്നത്. അതെ. അതെ. സാർ ഇപ്പൊ ഇത് പറയുമ്പോഴാണ് ഞാൻ അടുത്ത ദിവസം വായിച്ചിരുന്നു. അതിന്റെ ഒതന്റിസിറ്റിയെ പറ്റി അറിയില്ല, എങ്കിലും ഞാനിത് പറയാണ്. അങ്ങനെ തുടർച്ചയായിട്ടൊരു സന്ദേശം നമ്മൾ വരുന്നുണ്ട്, ഒരു ഫ്രീക്വൻസിയിൽ നമ്മുടെ ഇതിലേക്ക് വരുന്നുണ്ട്. ആ മെസ്സേജ് നമുക്ക് ഡീകോഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല, പക്ഷെ അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു മെസ്സേജ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വായിച്ചിരുന്നു. മറ്റേതോ ഒരു ഗ്രഹത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റേതോ ഒരു ഇതിൽ നിന്നാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ഒരുപാട് ഒത്തന്റിക് ആയിട്ട് എനിക്കത് പറയാൻ വയ്യ, കാരണം അതിന്റെ സോഴ്സ് എടുത്ത് ഞാൻ അത്രയും സ്റ്റഡി ചെയ്തില്ല. ഞാനതൊരു ഓക്കെ ഓക്കെ. ന്യൂസ് ആയിട്ട് പക്ഷെ വായിച്ചതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, മലയാളത്തിൽ പീപ്പിൾ തിരിച്ചെത്തേണ്ട സമയമായി. അവരെത്തുമ്പോ വലിയൊരു അറിവുകളും കൊണ്ടാണ് വരിക. അത് ഭയങ്കരമായിട്ട് ഭൂമിയുടെ എർത്തിന്റെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകും. അതെ. അതെ. നമ്മൾ വിചാരിക്കുന്ന സയൻസ് പോലെയൊന്നും അല്ല. അല്ലല്ല, വല്ലാത്തൊരു ഇതിലേക്ക് മാറുന്നത്. അതെ. അതെ. അപ്പൊ നമ്മളിപ്പോ ഏതാണ്ട് സാറ് പറഞ്ഞ സമയത്തിനൊക്കെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പൊ ആ, നമ്മൾ ഒരുപാട് കാര്യം സംസാരിക്കുകയും ചെയ്തു. ഒരുപാട് സമയം ഓ. ഏതാണ്ട് ഒരു മണിക്കൂറിനടുത്ത് എത്തുന്നു. അതെ, നമ്മള് സ്പിരിച്വാലിറ്റി പറഞ്ഞാലും കൂടുതൽ ജിയോ പൊളിറ്റിക്സും അതെ. 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 സ്പേസും അതെ. ഇതൊക്കെയാണ് അതെ. 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 സംസാരിച്ചത്. അതെ. അതെ. അല്ല, കൂടുതൽ എന്റെ ഇന്റർവ്യൂസും അങ്ങനെയാണ്. കൂടുതലും നമ്മള് സ്പിരിച്വൽ ആളായിട്ട് നമ്മൾ പോയി ഇരുന്നാലും സംസാരിക്കുന്നത് കൂടുതൽ ജിയോ പൊളിറ്റിക്സും സ്പേസും അതെ. എല്ലാം അതെ. ഉള്ളൂ. ഇപ്പൊ സാറിനോട് സംസാരിക്കുമ്പോഴത്തേക്കും ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യും, കോൺഫിഡൻസും. ഇപ്പൊ മുമ്പ് പറഞ്ഞതുപോലെ ആ ഒരു കോൺഫിഡൻസ് എല്ലാം വരും. അപ്പൊ അതിനെ പറ്റിയിട്ട് എന്റെ തന്നെ ക്യൂരിയോസിറ്റിയാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യങ്ങളായിട്ട് ചോദിച്ചത്. സന്തോഷം. അതെ. അപ്പൊ സാറിന് എന്തായാലും അതേപോലെ എല്ലാ മാർക്കും എല്ലാവിധ ഭാവങ്ങളും തേരുന്നു. മുരുകഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. നമ്മുടെ ഭാരതം ഈ പറഞ്ഞ മുരുകഭഗവാന്റെ ആ ഒരു അനുഗ്രഹം കൊണ്ട് ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തട്ടെ. സാറിലൂടെയും ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടാവട്ടെ. സാറിന്റെ ഇനി മുമ്പോട്ടുള്ള പ്രവർത്തികളിലും എല്ലാം അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇത്ര നേരം സംസാരിച്ചതിന് വളരെയധികം നന്ദി. സന്തോഷം, ഒരുപാട് സന്തോഷം. തീർച്ചയായും നമ്മളെല്ലാം ഒരുമിച്ചാണ് ഭഗവാന്റെ ഡ്യൂട്ടികൾ ചെയ്യുന്നത്. നമ്മൾ തീർച്ചയായിട്ടും. ഭാരതത്തിന് വേണ്ടി തീർച്ചയായിട്ടും. ഭഗവാന്റെ ഡ്യൂട്ടികൾ ചെയ്യാം. ഉം. തീർച്ചയായും കാണാം. ഉം. ഒരിക്കലും അവിടെ ആസ്ട്രേലിയയിൽ വെച്ച് കണ്ടുമുട്ടെന്ന് വിചാരിക്കാം നമുക്ക് തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. അവസാനിച്ചിട്ട്. തീർച്ചയായിട്ടും അറിയിക്കും. അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും നേരിൽ തീർച്ചയായും കാണാം കാണാം. 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 വളരെ സന്തോഷം സാർ. ശരി കേട്ടോ, നമസ്കാരം.